ഉപവാസമൊക്കെ ആയതുകൊണ്ടാണോ? ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്, ആമേൻ, ഹല്ലേലൂയ. ദൈവദാസൻ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കായി നന്ദി. അദ്ദേഹം എന്ത് കണ്ടിട്ടാണ് പറഞ്ഞതെന്ന് അറിയത്തില്ല, എങ്കിലും ദൈവത്തിൻ്റെ കരങ്ങളിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളെയും ദൈവം ഉപയോഗിക്കട്ടെ, ആമേൻ, വളർത്തട്ടെ. ഈ സഭയെ ദൈവം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് വെളിപ്പെട്ടു, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെട്ടതാണ്. ഈ സഭയെ ദൈവം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് ആ വിഷയങ്ങളിലേക്ക് കടക്കാം. ആമേൻ, ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. 21 ദിവസത്തിൽ സഭ 21 ദിവസം ഉപവാസത്തിലായിരുന്നു. നിങ്ങൾ എത്ര പേര് ഉപവസിച്ചു എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ദേവദാസനോട് ചോദിച്ചില്ല. എങ്കിലും ദേവദാസൻ ഉപവാസത്തോടെ ആയിരുന്നു എന്ന് അറിയുവാൻ കഴിഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും ആ ഉപവാസത്തിൻ്റെ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തണമെന്ന് ഈ സമയം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും താങ്ക് യു പാസ്റ്റർ. ഞാനതിങ്ങനെ ഒരു വിഷമിച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു ഫ്രെയിമിനകത്ത് നിന്ന് ശുശ്രൂഷിക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. താങ്ക് യു വെരി മച്ച്. ഉപവാസത്തിൻ്റെ പ്രത്യേകതകളും ഉപവാസത്തിൻ്റെ അനുഗ്രഹങ്ങളും അനുഭവിച്ച് വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വ്യക്തിപരമായിട്ട് നിങ്ങളോട് പറയാൻ കഴിയും, സഭ ഒരു ഉപവാസം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അതിനോട് നിങ്ങൾ സഹകരിച്ചില്ല എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവം അങ്ങ് ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾ എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് അറിയത്തില്ല, കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇവിടെ ശുശ്രൂഷിച്ച പ്രിയ ദേവദാസൻ റെനി തങ്കച്ചൻ അവർകൾ തൻ്റെ സഭയിലാണ് എനിക്ക് ആത്മീയമായി വളരുവാനും ശുശ്രൂഷിപ്പാനും ഒക്കെ ദൈവം അവസരങ്ങളെ ഒരുക്കി തന്നത്. ആമേൻ. താൻ ദൈവസ്നേഹത്തിനും ദൈവപ്രവർത്തിക്കും അഭിഷേകത്തിനുമൊക്കെ ഒരുപാട് വില കൊടുക്കുന്ന ഒരു ദൈവദാസനായിരുന്നു. തന്നെ ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് 1:40 2:21 എങ്കിലും ഇരിക്കുവാനായിട്ട് ഏറ്റവും കുറഞ്ഞത് പ്രയത്നിച്ച ഒരു ദൈവദാസനായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. താൻ അത് പ്രയത്നിക്കുന്നത് കണ്ടിട്ട് സഭയിൽ ഓരോരുത്തരും അതിനോട് കൂടെ ചേർന്ന് ആമേൻ, ഹല്ലേലൂയ, തൻ്റെ ഒരു ഉദ്യമത്തോട് ചേർന്ന് നിൽക്കുവാൻ സഭ ഒരുപാട് ഉത്സാഹം കാണിച്ചു. അങ്ങനെ ഉത്സാഹം കാണിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും അനുഗ്രഹിക്കുന്നത് കണ്ട് കൂടുതൽ അതിനോട് ചേരുവാനായിട്ട് ആമേൻ ദൈവം ഇടവരുത്തി. ആമേൻ, ഹല്ലേലൂയ. ആ ഉത്സാഹം കണ്ടിട്ട് കുഞ്ഞുങ്ങൾ പോലും ആ ഉപവാസങ്ങളിൽ ചേരുവാനായിട്ട് ഇടയായിത്തീരും. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഇളയ മകനൊക്കെ 2 3 ഒക്കെ ആയിരുന്നെന്ന് തോന്നുന്നു, അല്ലേ? ആ ഒരു പ്രായത്തിലാണെന്ന് തോന്നുന്നു. അവർ ഞങ്ങൾക്ക് ഉപവസിക്കണമെന്നും പറഞ്ഞു വന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു, കുഞ്ഞുങ്ങളല്ലേ അവർ, പ്രത്യേകിച്ച് നമുക്കറിയാം, ഞങ്ങൾ ഗൾഫിൻ്റെ പ്രദേശത്തായിരുന്നു 16 വർഷക്കാലം. അപ്പം അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നമുക്കൊരു സിംഗിൾ പ്രോപ്പർട്ടിയാണ്, എല്ലാ ചർച്ചുകാർക്കും കൂടെ ആരാധിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ എല്ലാ ചർച്ചുകാരും അവിടെ അന്നേരം അവർക്ക് ഡിനോമിനേഷൻ ഒന്നൊരു വിഷയമല്ല കുഞ്ഞുങ്ങൾക്ക് കളിക്കുന്നതിന് കേട്ടോ. കുഞ്ഞുങ്ങളെല്ലാ ചർച്ചിലുള്ളവരും കൂടെ ഒരുമിച്ച് വന്ന് അവിടെ ഇരുന്നൊരു ഫുട്ബോൾ കളിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവർക്ക് ആ ഒരു സന്തോഷവും ഇതൊക്കെയുള്ള സമയത്ത് ഞങ്ങൾ വിചാരിച്ചു ഉപവാസത്തിലായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് ഞങ്ങളൊന്ന് ഡിസ്കറേജ് ചെയ്യാൻ നോക്കി. പക്ഷേ അവർ ഏറ്റവും ഉത്സാഹത്തോടെ നിൽക്കുക, ഞങ്ങൾക്ക് ഉപവസിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങൾ ആയിക്കോട്ടെന്ന് പറഞ്ഞ് ഞങ്ങളും അങ്ങ് താങ്ങി. ഏതായാലും അവർ ഉപവസിച്ചു. അവർ മാത്രമല്ല, പല പ്രായത്തിലുള്ളവർ 7 9 10 ഒക്കെയുള്ള അനേകം കുഞ്ഞുങ്ങൾ ഉപവസിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതൊക്കെയും പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. ഈ കഴിഞ്ഞ SSLC പരീക്ഷയ്ക്കും മാതാപിതാക്കൾ പഠനത്തെ ഓർത്ത് ഭാരത്തോടെ ആയിരുന്ന പല കുഞ്ഞുങ്ങൾക്കും ഡിസ്റ്റിങ്ഷനോടും ഹൈ ഡിസ്റ്റിങ്ഷനോടെ മാർക്കോടുകൂടി പാസ്സാകുവാനൊക്കെ ദൈവം കൃപ ചെയ്തു എന്ന് കേൾക്കുവാൻ ഇടയായി തീർന്നു. ആമേൻ. ദൈവമക്കളെ, ഞാൻ ഒരിക്കലും അനുഗ്രഹത്തിന് വേണ്ടി ഉപവസിക്കണമെന്നല്ല പറയുന്നത്. പക്ഷേ ആമേൻ, ഹല്ലേലൂയ, സത്യമായി തന്നെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവദാസൻ സഭയിൽ ഒരു ഉപവാസം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ, ദൈവദാസൻ്റെ ഹൃദയത്തിൽ ഒരു ആലോചന കൊടുത്തിട്ടുണ്ടായിരിക്കും. ആമേൻ, ഹല്ലേലൂയ. ദൈവദാസൻ്റെ ഹൃദയത്തിൽ ഒരു ഭാരം കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ദൈവദാസനോടും ദൈവസഭയോടും ചേർന്ന് നിന്ന് നമ്മൾ ആരാധിക്കുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാനായിട്ട് ഇടയായി തീരും. കുഞ്ഞുങ്ങൾ മാത്രമല്ല, വലിയവർ. ആമേൻ. നമ്മൾ ഉപവസിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാറ്റി നിർത്തുന്ന വ്യക്തികളാണ് രോഗികളായിട്ടുള്ളവർ. ആമേൻ. അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, എസ്പെഷ്യലി ഡയബറ്റിക് പേഷ്യൻസ്, അല്ലേ? അപ്പം അവർക്ക് ലൈഫ് ത്രെട്ടനിങ് തന്നെയായിരിക്കും. അപ്പോൾ അവർക്ക് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതൊക്കെ ഉള്ളതുകൊണ്ട് അവരെ പലപ്പോഴും അങ്ങ് മാറ്റി നിൽക്കും, അവരും സ്വയം മാറി നിൽക്കും. എന്നാൽ ദേവദാസൻ്റെ സഭയിൽ ആമേൻ, ഹല്ലേലൂയ, ഡയബറ്റിക് പേഷ്യൻസ് ആയിട്ടുള്ളവർ വരെ വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾക്കും എടുക്കണം, പാസ്റ്റർ പ്രാർത്ഥിച്ചോണം, ഞങ്ങൾക്ക് അറിയത്തില്ല മുമ്പോട്ടുള്ള കാര്യങ്ങൾ, എല്ലാം പാസ്റ്ററിൻ്റെ ഉത്തരവാദിത്തത്തിൽ ഏൽപ്പിച്ച് തരുന്നു എന്ന് പറഞ്ഞു. പാസ്റ്റർ എന്നെ നോക്കി, ഞാൻ പാസ്റ്ററെ നോക്കി, അമ്മക്ക് കൂടാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൈകോർത്ത് പിടിച്ചു. ദൈവദാസൻ പ്രാർത്ഥിച്ചു, 21 ദിവസം വരെ ഉപവാസം
സക്സസ്ഫുള്ളായിട്ട് ഉപവസിച്ചവരെ എനിക്കറിയാം. വെറും ചായ മാത്രം കുടിച്ചുകൊണ്ട് ഒരു ആപത്തും ഒരു ബുദ്ധിമുട്ടും കൂടാതെ 40 എടുത്തിരുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ. ശരി, പക്ഷേ ഞാൻ ഓർക്കുന്നില്ല കറക്റ്റായിട്ട്. എങ്കിലും 21 ദിവസം എടുത്ത് എനിക്ക് വ്യക്തമായ ഓർമ്മയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ദൈവം അവരെയൊക്കെയും അനുഗ്രഹിച്ചു. നിങ്ങളുടെ സഭയെയും ദൈവം ധാരാളമായി അങ്ങനെ അനുഗ്രഹിക്കട്ടെ. വരും ദിവസങ്ങളിൽ ദൈവം ഇങ്ങനെ ഒരു 40 കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത 21, എനിക്കറിയത്തില്ല, അതൊക്കെ ഭയങ്കര അനുഗ്രഹമാണ്. ആമേൻ. നിങ്ങളുടെ സഭയെ ദൈവം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം എൻ്റെ പ്രാർത്ഥനാമുറിയിൽ എനിക്കത് വെളിപ്പെട്ടു. ആമേൻ, ഹല്ലേലൂയ. ഈ മീറ്റിങ്ങിന് വേണ്ടി ഞാൻ ദേവദാസനുമായി ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ വേറൊരു ദേവദാസൻ പറഞ്ഞതുപോലെ തന്നെ വേറൊരു കാര്യത്തിനാണ് ഞങ്ങൾ സംസാരിച്ചത്. എന്നാൽ അത് പിന്നീട് ഈ ശുശ്രൂഷയായി മാറുവാനൊക്കെ വെളിപ്പെട്ടു. അങ്ങനെ ദൈവസന്നിധിയിൽ ഞാൻ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ദേവദാസനോട് പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ തീം. അപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഞാൻ പ്രാർത്ഥിക്കാം, ദൈവം എന്തെങ്കിലും വിഷയം തരുവാണെങ്കിൽ ഞാനത് പ്രസംഗിക്കാം, അല്ലെങ്കിൽ ദൈവം തരുന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് അതിനുള്ള പൂർണ്ണ ഫ്രീഡം എനിക്ക് തരികയും ചെയ്തു ദേവദാസൻ. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ മിഡ്ലാൻഡ്സിലേക്ക്, പ്രിയപ്പെട്ടവളുടെ പേരൻസ് ഇവിടെ മിഡ്ലാൻഡ്സിലുണ്ട്. അപ്പം കുഞ്ഞുങ്ങൾ അവധിയൊക്കെ ആയതുകൊണ്ട് കുഞ്ഞുങ്ങളെ അവരുടെ അടുക്കെ വിടാൻ വേണ്ടി ഞങ്ങൾ പോയി. ഡ്യൂട്ടി കഴിഞ്ഞാണ് പോയത്. ഡ്യൂട്ടി എൻ്റെ ഷിഫ്റ്റ് 9 മണി വരെ ഉണ്ടായിരുന്നു. രാത്രി 9 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് പോയി. ഏകദേശം 12 മണിയൊക്കെ അവിടെ എത്തി. ഭക്ഷണം കഴിച്ച് കിടന്നപ്പോൾ ഏകദേശം 2 മണിയായി. എന്നാൽ 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഒന്ന് പ്രേരിപ്പിച്ച് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചു. ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചു അല്പസമയം. അപ്പോൾ ആമേൻ, ദൈവത്തിൻ്റെ ആത്മാവ് ആമേൻ, ഹല്ലേലൂയ, എന്നോട് പറഞ്ഞു ബൈബിൾ വായിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബൈബിള് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്ന് കുഞ്ഞുങ്ങളെ വിട്ട് പിറ്റേ ദിവസം രാവിലെ തിരിച്ച് വരാൻ വേണ്ടി നിന്ന യൂണിഫോമിൽ തന്നെ ഞാൻ പോയത്. അപ്പം അതുകൊണ്ട് ബൈബിളൊന്നും എടുത്തിട്ടില്ല. അപ്പം ഞാൻ എനിക്ക് ഗാഡ്ജറ്റ്സിനകത്ത് ബൈബിൾ വായിക്കുന്നവരോട് എനിക്ക് വലിയ താല്പര്യമില്ല. തെറ്റാന്നല്ല, വായിക്കുന്നവരോട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ അങ്ങനെ യൂസ്ഡ് അല്ലാത്തത് കൊണ്ട് എനിക്ക് അതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ, ദൈവമേ, ഞാൻ ബൈബിളൊന്നും എടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം വീണ്ടും ഞാൻ ആ ശബ്ദം കേട്ടു, ബൈബിൾ വായിക്കുക. അപ്പം ഞാൻ ബൈബിൾ തുറന്നു വെച്ച് വീണ്ടും പ്രാർത്ഥനയോടെ ആയിരുന്നു. അപ്പം ആമേൻ, ഹല്ലേലൂയ, ഈ വിഷയം വെച്ചും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ബൈബിളും തുറന്നു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആമേൻ. അപ്പം ഈ ദൈവദാസൻ പ്രാർത്ഥിച്ച ഈ വിഷയമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. എന്തുവാ നിങ്ങളുടെ തീം? എന്തുവാ ഉപവാസ പ്രാർത്ഥനയുടെ? ദൈവദാസൻ പറയല്ലേ, ദൈവമക്കൾ പറയട്ടെ. ദൈവസന്നിധിയിൽ നടന്ന് നിഷ്കളങ്കമായിരിക്കുക. ആമേൻ, ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഒരു വിഷയം വെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ. അപ്പം ഞാൻ നോക്കിക്കൊണ്ട് ഏറ്റവും വളരെ ജെന്വിനായിട്ടുള്ളൊരു റീസൺ അല്ലേ, ദൈവസന്നിധിയിൽ ഏറ്റവും വേറെ എന്തെല്ലാം പ്രാർത്ഥിക്കാമായിരുന്നു. ഏറ്റവും കുറഞ്ഞത് കൂടുതൽ ആത്മാക്കൾക്ക് വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കാമായിരുന്നു അല്ലേ. അതൊന്നും പ്രാർത്ഥിക്കാതെ ദൈവം മുമ്പാകെ നടന്ന് നിഷ്കളങ്കമായിരിക്കുവാൻ ദൈവദാസൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക ഏറ്റവും ജെന്വിനായിട്ടുള്ള ഒരു പ്രാർത്ഥനയായിട്ട് എനിക്ക് തോന്നി. അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആമേൻ, ദൈവം തന്ന ഒരു പ്രേരണ അല്ലെ, ഒരു ആലോചന പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ, ഇതുപോലൊരു പ്രാർത്ഥന ഇതിനു മുൻപ് ഒരു വ്യക്തി ബൈബിളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആരാ? ശലോമോൻ. ശലോമോൻ എന്താ പറയുക, എല്ലാ അധികാരങ്ങളും രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട ശലോമോനാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് തൻ്റെ തലയിൽ അല്ലേ. എന്നാൽ തനിക്ക് പല കാര്യങ്ങൾ പ്രാർത്ഥിക്കണം. പക്ഷേ താൻ പ്രാർത്ഥിച്ചത് എന്തുവാ? ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് എൻ്റെ ജനത്തെ ന്യായപാലനം ചെയ്യുവാനുള്ള വിവേകം തരണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. കണ്ടു, അതെന്തൊരു ജെന്വിൻ പ്രെയർ ആയിരുന്നു അല്ലേ. ആ ജെന്വിൻ പ്രെയർ കേട്ടിട്ട് ദൈവം എന്തുവാ പറഞ്ഞത്? ആമേൻ, ഹല്ലേലൂയ. 1 രാജാക്കന്മാർ 3 ആമേൻ, ഹല്ലേലൂയ, ദൈവം പറയുന്നു. ആമേൻ, അതിൻ്റെ 9-ാം വാക്യത്തിൽ ശലോമോൻ പ്രാർത്ഥിക്കുമ്പോൾ 12-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ദൈവം ശലോമോൻ്റെ മുമ്പാകെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ശലോമോനെ, ആമേൻ, ഹല്ലേലൂയ, നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, നിൻ്റെ പ്രാർത്ഥനയുടെ ജെന്വിനിറ്റി ഞാൻ കേട്ടിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആമേൻ, ഹല്ലേലൂയ, നീ പ്രാർത്ഥിച്ചത് വിവേകത്തിന് വേണ്ടിയാ. നിനക്ക് ജ്ഞാനവും വിവേകവും ഞാൻ തന്നിരിക്കുന്നുവെന്ന്. ആമേൻ, ഹല്ലേലൂയ. അത് മാത്രമല്ല, ആമേൻ, നിനക്ക് പലതും ചോദിക്കാമായിരുന്നതിന്റെ മധ്യത്തില് ഹല്ലേലൂയ നീ ചോദിച്ചത് വിവേകമാ. ഹല്ലേലൂയ, എൻ്റെ ആടുകളെ നയിപ്പാനുള്ള വിവേകമാ നീ ചോദിച്ചത്. ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. എന്നാൽ അത് മാത്രമല്ല, നീ ചോദിക്കാത്ത ധനവും മഹത്വവും കൂടെ നിന്നെ തന്ന് ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നുവെന്ന്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിക്കേ, ആമേൻ, ഹല്ലേലൂയ. അതിൻ്റെ കൂടെ ഒരു വാചകം കൂടെ ചേർത്തു. ആമേൻ, ഹല്ലേലൂയ. അവിടെ കൊണ്ട് മാത്രമല്ല, ഹല്ലേലൂയ, നിന്നെ അനുഗ്രഹിച്ചതുപോലെ അല്ലെ, നിനക്ക് നൽകി തന്ന ധനവും മഹത്വവും പോലെ നിനക്ക് മുൻപും നിനക്ക് പിൻപും ഒരു മനുഷ്യനും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അവിടെ ഒരു അടിവരയിട്ട് നിർത്തുക. ആമേൻ, ഹല്ലേലൂയ. ഇന്നും നമ്മൾ ആമേൻ, ഹല്ലേലൂയ, ഈ ശലോമോനെ ഈ ഹോളിൽ പ്രസംഗിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇന്ന് ലോകത്തിലെ എത്ര വലിയ ബില്യനേറോ ട്രില്യനേറോ, ആമേൻ, ഹല്ലേലൂയ, അടുത്ത ഇലോൺ മസ്ക് അടുത്ത ട്രില്യനേർ, ആമേൻ, ഫസ്റ്റ് ട്രില്യനേർ ആവാൻ പോകാൻ തോന്നുന്നല്ലേ.
ആയാൽ പോലും ശലോമോൻ്റെ ആ സമ്പത്തിൻ്റെ അടുക്ക പോലും വരുന്നില്ല എന്നാണ് പറയുന്നത്. ആമേൻ. അത്രയധികം ദൈവം മാനിച്ചെങ്കിൽ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഞാനിത് പറയാൻ കാര്യം, ഞാനിത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ആമേൻ ദൈവം എന്നോട് പറഞ്ഞു, ആമേൻ ബൈബിൾ വായിക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവം നീ ബൈബിൾ വായിക്കടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബൈബിൾ പറഞ്ഞു. ഞാൻ പഴയ നിയമം വായിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പഴയ നിയമം തുറന്നപ്പോൾ പറഞ്ഞു പുതിയ നിയമം എടുക്കുക, കൊലോസി ലേഖനം വായിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കൊലോസി ലേഖനം അല്ലല്ലോ ഞാനിപ്പോൾ വായിക്കുന്ന, കൊലോസി ലേഖനം പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. ഞങ്ങളിങ്ങനെ ഞങ്ങളിങ്ങനെ ചെറിയ കോൺവെർസേഷനിലൊക്കെ ഇങ്ങനെ പോകും. ഞാൻ ഈ ജോലിക്ക് പോകുമ്പം വണ്ടി ഓടിച്ച് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 35-40 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. ഞങ്ങളിങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ചില സമയത്ത് ഞങ്ങളിങ്ങനെ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന കഴിയിൽ വർത്തമാനം പറഞ്ഞു ഞാൻ ഈ സൈഡിൽ എൻ്റെ സൈഡിൽ ഇരിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ അടിക്കുമല്ലോ, നമ്മൾ സുഹൃത്തുക്കളെ അടിക്കുന്ന പോലെ. ഞാൻ പരിശുദ്ധാത്മാവിന് ചുമ്മാ പറയില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ സംസാരിച്ച് പോകുന്ന കൂട്ടത്തിൽ അതെൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളതിനെ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞു എന്ന് വിചാരിക്കില്ല, എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാനങ്ങ് പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. അപ്പം ഞാൻ ദൈവസന്നിധിയിൽ പറഞ്ഞു, ഞാൻ കൊലോസി ലേഖനം ഇപ്പോൾ വായിക്കണം. എന്നോട് പറഞ്ഞു കൊലോസി ലേഖനം വായിക്കാൻ പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഞാൻ കൊലോസി ലേഖനം വായിച്ചു. നിങ്ങൾ ഓർക്കണം, ഞങ്ങളൊരു 12 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നത് ഒരു 2 മണിയൊക്കെ ആയി. 4 മണി കഴിഞ്ഞപ്പോഴാണ് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ട് കണ്ണിലുണ്ട്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ബൈബിൾ വായിച്ച് കൊലോസി ലേഖനം എടുത്ത് 1-ാം അധ്യായം 2-ാം അധ്യായം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു എവിടെ പോകാൻ, നിർത്താൻ പറഞ്ഞു. ഒന്നുകൂടെ വരാൻ പറഞ്ഞു പുറകോട്ട്. വീണ്ടും തുടങ്ങി 1-ാം അധ്യായം കഴിഞ്ഞ് പകുതി എത്തിയപ്പം ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു നിർത്താൻ പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ ദൈവസന്നിധിയിൽ ആമേൻ ജെന്യുവിൻ ആയിട്ടൊരു വിഷയം വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ദൈവസഭയോട് ആമേൻ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കമായിരിക്കുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ദൈവസഭയോട് എനിക്കൊരു ദൂത് പറയാനുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. പ്രിയ ദൈവമക്കളെ, 21 ദിവസത്തെ ഉപവാസം ആരാ പ്രഖ്യാപിച്ചത്? ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദാനിയേൽ അല്ലേ? ആമേൻ. ഹല്ലേലൂയ. ദാനിയേൽ എന്തിനാണ് പ്രാർത്ഥിച്ചത്? ദാനിയേൽ ഒരു ദർശനം കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു. ആ ദർശനം കണ്ടത് മുഖാന്തരം തനിക്കൊരു ഭാരം തൻ്റെ ഹൃദയത്തിലുണ്ടായി. ആ ഭാരത്തിന് ഒരു മറുപടിക്ക് വേണ്ടിയാണ് ദാനിയേൽ പ്രാർത്ഥിച്ചത്. അങ്ങനെയെങ്കിൽ ആമേൻ ഹല്ലേലൂയ, ദൈവദാസൻ്റെ ഹൃദയത്തിൽ ഒരു ഭാരം കൊടുത്ത് ദൈവസന്നിധിയിൽ ഒരു മറുപടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവസഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, നിന്റെ പ്രാർത്ഥന ആമേൻ ഹല്ലേലൂയ അവൻ കാണാതെ ഇരുന്നിട്ടില്ല. നിന്റെ കണ്ണുനീര് അവൻ തുരുത്തിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനകൾക്കും നിന്റെ കണ്ണുനീരുകൾക്കും മറുപടിയുമായി ആമേൻ പരിശുദ്ധ ആത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പകലിൽ ഈ ഹോളിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ ഹല്ലേലൂയ. അവന്റെ വിടുവിക്കുന്നവന്റെ കരം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യേ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞവൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരിക്കുന്ന ദൈവസഭയോട് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കണ്ടു. ഇന്ന് പകലിൽ വിശ്വസിക്കുമെങ്കിൽ നിങ്ങളുടെ സീസൺ മാറുന്ന പകല ഹല്ലേലൂയ. വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഏറ്റെടുക്കാമെങ്കിൽ ആമേൻ. ഞാൻ വെറുതെ പറയുകയല്ല, എന്റെ പ്രാർത്ഥനാ മുറിയിൽ വ്യക്തമായി ഞാൻ കേട്ടതാ പറയുന്നത്, സീസൺ മാറുന്ന സമയമാ. Hallelujah. Glory to Jesus. Glory to Jesus. നോക്കിക്കേ. ആമേൻ. ഹല്ലേലൂയ. നോക്കിക്കേ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ആമേൻ കൊലോസി ലേഖനത്തിലേക്ക് ഒന്ന് വന്നേ. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ആയിരുന്ന സഭയെ അറിയിക്കുവാൻ ആമേൻ. ഹല്ലേലൂയ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ആമേൻ നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ദൈവത്തിൽ സിസ്റ്റർ എന്നാ പ്രാർത്ഥിച്ചെന്നാ പറഞ്ഞത്? എന്നായിരുന്നു ദിവസം ഓർക്കുന്നുണ്ടോ? മൺഡേ. ആമേൻ. ഹല്ലേലൂയ. എനിക്ക് അനുഭവം ഉണ്ടാകുന്നത് ബുധനാഴ്ച. ആമേൻ. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ദൈവസന്നിധിയിൽ ചെന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു ആമേൻ. ഹല്ലേലൂയ. വിടുതലിന് സമയമായ ആമേൻ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ മിസ്രൈമിലായിരുന്നപ്പോൾ ദൈവം പറഞ്ഞു, മോശയുടെ അടുക്കൽ ചെന്നേച്ച് പറയുന്നു, എൻ്റെ ജനത്തിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടു. ഊഴിയ വിചാരകന്മാർ മുഖാന്തരമുള്ള അവരുടെ കഷ്ടതകൾ ഞാൻ കണ്ടു. ആമേൻ. ഹല്ലേലൂയ. നീ പുറപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ആമേൻ എനിക്ക് വെളിപ്പെടുത്തിയ ഒരു മറുപടി. ആമേൻ. ഹല്ലേലൂയ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ ദൈവസഭയുടെ വിടുതലുമായി ഇന്ന് പകലിൽ ഹല്ലേലൂയ ഇവിടെ ആയിരിക്കുമ്പോൾ ആത്മാർത്ഥതയോടെ വിശ്വാസത്തോടെ ഏറ്റെടുക്കുമെങ്കിൽ വിശ്വാസത്തോടെ നോക്കിക്കേ. നിങ്ങൾ വന്നേ കൊലോസി ലേഖനത്തിലേക്ക് വന്നേ. 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. 1:22. കൊലോസി ലേഖനം 1:22 ആണോ?
ആമേൻ. ഹല്ലേലൂയ. എന്തുവാ വായിച്ചത്? മുൻപേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ. ആമേൻ. ഹല്ലേലൂയ. നോക്കിക്കേ. ആമേൻ. ഹല്ലേലൂയ. ഇതാ ഞാൻ പറഞ്ഞ ശലോമോൻ്റെ ഒരു പ്രാർത്ഥന. ശലോമോൻ എന്തിനാ ചോദിച്ചത്? വിവേകത്തിനാണ് ചോദിച്ചത്. പക്ഷെ അത് മാത്രമാണ് കൊടുത്തത്? അല്ല. ആമേൻ. നോക്കിക്കേ, ഇവിടെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? സഭ എന്തിനാണ് പ്രാർത്ഥിച്ചത്? നിഷ്കളങ്കമായി നടക്കാൻ. പക്ഷെ ദൈവം എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് കണ്ടോ? ആമേൻ. നിങ്ങളെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമാക്കി അവൻ്റെ മരണത്താൽ ഇപ്പം നിങ്ങളെ നിരപ്പിച്ചിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ മധ്യത്തിൽ ഒരു വിള്ളലുണ്ടായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ മധ്യത്തിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവസഭയെ, ഹല്ലേലൂയ, അത് മറച്ചു വെക്കാതെ ദൈവസന്നിധിയിൽ ആമേൻ ഏൽപ്പിച്ചു കൊടുത്ത്, പിതാവേ, ഹല്ലേലൂയ, നിന്റെ മുമ്പിൽ നടന്ന് നിഷ്കളങ്കമായി ഇരിക്കുവാൻ നിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച സഭയോട് ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, നിങ്ങളെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമാക്കി ഇന്ന് പകലിൽ അവന്റെ മരണത്താൽ അവൻ നിരപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആമേൻ. 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ജീസസ്. ചൂടപരാജല റീബല രഗതല രിഗതല രംദല ചൂടപരാജല വൈഡപരഗതല രിഗതല രാജല റീമന രഗതല ചൂടാബാല റീബാബാബ റീമന രന്തല ചൂടാരബല വൈഡകരന്തല ചൂടപരക്തര വൈഡപരന്തല ചൂടാരബന രബലക രഗതല റീബേ റീബാബാബ റീബാബാബ റീബല വൈഡ രഗന രഗദ റീകാബാബ റീബാബാബ. ഹല്ലേലൂയ. ബലത്തോടെ ശക്തിയോടെ ആരാധിച്ചു. ബലപ്പെട്ട കേട്ടോ. ചിലത് പ്രാപിച്ചുകൊണ്ട് മടങ്ങേണ്ട പകലായിന്ന്, ചിലത് പ്രാപിച്ചുകൊണ്ട് മടങ്ങണം. സഭയ്ക്ക് വേണ്ടി വ്യക്തമായ ദൂതുമായിട്ടാ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നത്. അത് പ്രാപിച്ചുകൊണ്ട് മടങ്ങണം. കാഴ്ചക്കാരായിട്ട് ആരും ഇവിടെ ഇരിക്കല്ല. കാഴ്ചക്കാരായിട്ട് ആരും വേണ്ട സഭയിൽ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി ഏറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ ദേശത്തിൽ ഇറങ്ങി ഫലം കായ്ക്കുന്നവരായി തീരുവാൻ. റീബല രഗതല രഗദ രഗദ റീബല വൈഡപരന്തല ചൂടപരന്തല വൈഡപരാജല റീബല രഗതല രഗദ രഗദ റീബല വൈഡപരന്തല ചൂടാ രഗദ രഗദ റീബല വൈഡ രബല രഗദ റീബാബാബ റീബല വൈഡക രന്തല ചൂടാ രബലേ രഗദേ റീകാമാബ റീബല വൈഡ രന്തല ചൂടേ. ഓ ജീസസ്. ഹല്ലേലൂയ. ആമേൻ. 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 ഹല്ലേലൂയ. നോക്കിക്കേ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമാക്കി അവൻ്റെ സന്നിധിയിൽ നിരപ്പിച്ചിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഇനി എന്തോ നമ്മൾ ചെയ്യേണ്ടത്? ആ നിരപ്പിൽ നമ്മൾ നിലനിൽക്കണം, അല്ലേ? അതിനെന്തോ ചെയ്യണം? അതിൻ്റെ തൊട്ടടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ആമേൻ. ഹല്ലേലൂയ. കണ്ടോ, സഭയ്ക്കുള്ള അടുത്ത ദൂതാണ്. നിങ്ങളെ അവൻ നിരപ്പിച്ചു കഴിഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഇനി പ്രത്യേകിച്ച് ആമേൻ ഹല്ലേലൂയ അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കേണ്ട. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിച്ചു എന്തുവാ? ഞാൻ നടക്കാം, അല്ലേ? അങ്ങനല്ലേ? അതൊന്ന് വായിച്ചേ പാസ്റ്ററെ. ഉൽപ്പത്തി 17:1. ആമേൻ. ഞാൻ നടക്കാം. ആമേൻ. ഹല്ലേലൂയ. നീ എൻ്റെ മുൻപിൽ നടക്കുക. ആ നടപ്പിൽ നിഷ്കളങ്കമായിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിച്ചത് എന്തുവാ? ആമേൻ. ഹല്ലേലൂയ. ഞങ്ങൾ നടക്കാം. ആമേൻ. ഞങ്ങളുടെ നടപ്പിനെ നിഷ്കളങ്കമാക്കണമേ. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ദൈവം പറഞ്ഞത് എന്തുവാ? നിങ്ങൾ നടക്കണ്ട. നിങ്ങളെ ഞാൻ വിശുദ്ധരാക്കി കഴിഞ്ഞിരിക്കുന്നു. ആമേൻ. നിങ്ങളെ ഞാൻ നിഷ്കളങ്കരാക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെ ഞാൻ കുറ്റമില്ലാത്തവരാക്കി കഴിഞ്ഞിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ഇനി നടക്കണ്ട. നിങ്ങൾ നടക്കണ്ട. ആമേൻ. ഹല്ലേലൂയ. പക്ഷേ കഴിഞ്ഞില്ല. നോക്കിക്കേ. കൈയടിക്കാൻ സമയം തരാം. ഇനിയുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ പക്ഷേ 2 കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾ നിലനിൽക്കും. നിങ്ങളെ നിർത്തിയിരിക്കുക. ദൈവം നിർത്തിയിരിക്കുക നിങ്ങളെ. ആമേൻ. ഹല്ലേലൂയ. സഭയെ ദേശത്ത് ഉറപ്പിച്ചിരിക്കുക. പുതിയൊരു സീസൺ തുറന്ന്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പ്രിയപ്പെട്ടവൾ പ്രാർത്ഥിച്ച കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അവിടെ സാക്ഷ്യം പറഞ്ഞപ്പോഴാണ് ഞാനും അറിയുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഷിജി പാസ്റ്റർക്ക് മെസ്സേജ് എടുത്തതെന്ന് ചോദിച്ചായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പക്ഷേ എന്തുവായിരുന്നു വിഷയം എന്തുവായിരുന്നു എന്നൊന്നും എന്നോട് പറഞ്ഞിരുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ പ്രാർത്ഥനാ മുറിയിലും പുതിയൊരു സീസൺ തുറക്കുന്നുവെന്ന്, ആമേൻ ഹല്ലേലൂയ, സഭയ്ക്ക് തുറക്കുന്നുവെന്ന് ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു.
തീർന്നു. ആമേൻ. പ്രിയപ്പെട്ടവൾക്കും കൊടുത്ത ദർശനം സഭയുടെ മേൽ ഞങ്ങൾ ഇന്ന് പകലിൽ റിലീസ് ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. നോക്കിക്കേ, നിങ്ങൾ ഇനി അതിനുവേണ്ടി പ്രയത്നിക്കണ്ട. ദൈവം സകലതും ചെയ്തു കഴിഞ്ഞു. ക്രൂശിൽ അവന്റെ മരണത്താൽ അവൻ നിങ്ങളെ നിരപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആമേൻ. പക്ഷേ നിങ്ങൾ ഇനി എന്തോ ചെയ്യണം? നിങ്ങൾ കേട്ട ഒരു സുവിശേഷമുണ്ട്. ആ സുവിശേഷത്തിൽ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും വായിച്ച ഭാഷ സ്ഥിരതയുള്ളവരുമായി, ഇളകാതെ അടിസ്ഥാനപ്പെട്ട് സ്ഥിരതയുള്ളവരായി ദൈവസന്നിധിയിലായിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. നോക്കിക്കേ, ഈ ഒരു കോണ്ടെക്സ്റ്റിനോട് ബന്ധപ്പെട്ട് നമുക്കൊരു പഴയ നിയമത്തിലെ ഒരു വ്യക്തിയെ കാണുവാനായിട്ട് കഴിയുന്നു. നമ്മൾ മുമ്പേ പറഞ്ഞ് 21 ദിവസത്തെ ഉപവാസം എടുത്തതാരാ? ഡാനിയലാണ് അല്ലേ? ഡാനിയലിൻ്റെ പുസ്തകത്തിലേക്ക് തന്നെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന 3 എബ്രായ ബാലകന്മാരെ. അവർ വന്നത് സ്ലേവ്സായിട്ട് അവർ വന്നത്, പക്ഷേ അവർ സ്ലേവ്സ് അല്ല ഇപ്പം, അല്ലേ? അവർ ബാബിലോണിലെ കാര്യവിചാരകന്മാരായിട്ട് രാജാവ് അവരെ മാനിച്ചു. അതായത് അവരൊരു ഒരു 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 റെസ്പെക്റ്റഡ് ഡെസിഗ്നേഷനിൽ ഇരിക്കുന്ന വ്യക്തികളാണ്. അങ്ങനെ ആയിരിക്കുന്ന അവർക്ക് പക്ഷേ അവരുടെ ഉള്ളിൽ അവരൊരു തീരുമാനമെടുത്തു. അവരായിരുന്ന ദേശമോ ദേശത്തിൻ്റെ കൾച്ചറുകളോ ആ സംസ്കാരമോ ഒന്നും അവരെ സ്വാധീനിക്കാൻ അനുവദിക്കാതെ കണ്ട് അവർ പറഞ്ഞു, ഞങ്ങളെ വിടുവിച്ച ഒരു ദൈവത്തിന് വേണ്ടി ഞങ്ങൾ നിൽക്കും. ഹല്ലേലൂയ. കാരണമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അവരെ കഴിഞ്ഞ നാളുകളിൽ വിടുവിച്ചുകൊണ്ട് വന്ന, അവരുടെ പിതാക്കന്മാരെ വിടുവിച്ചുകൊണ്ട് വന്ന ദൈവത്തെ പിതാക്കന്മാർ മറന്നുപോയത് കൊണ്ടാണ് അവർ ഈ അടിമത്വത്തിലേക്ക് വന്നിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആമേൻ ഹല്ലേലൂയ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഹല്ലേലൂയ, ദൈവം ജീവനുള്ള ദൈവം, ഹല്ലേലൂയ, ഇസ്രായേലിൻ്റെ ദൈവം ജീവനുള്ള ദൈവം എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആമേൻ അവർ ദൈവസന്നിധിയിൽ തീരുമാനിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർ തീരുമാനമെടുത്തു, ഞങ്ങളുടെ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ഞങ്ങൾ ആരാധിക്കത്തില്ലെന്ന്. നോക്കിക്കേ, അവരിത് സുവിശേഷം, അവരുടെ സുവിശേഷം എന്താ? അന്നറിഞ്ഞ ന്യായപ്രമാണം. ഹല്ലേലൂയ. നമുക്കറിഞ്ഞ നമ്മുടെ സുവിശേഷം. ഇത് അവരറിഞ്ഞു, അവരത് മനസ്സിലാക്കി. അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവരതിനു വേണ്ടി ഉറച്ചു നിന്നു, അല്ലേ? അടിസ്ഥാനപ്പെട്ടു ഉറച്ചു നിന്നു. ആമേൻ. ഹല്ലേലൂയ. ഉറച്ചു നിന്നപ്പം പ്രശ്നം പോയോ? ഇല്ല. പ്രശ്നം വന്നത് എന്തുവാ? രാജാവ് ഉടനെ തന്നെ പുതിയൊരു ബിംബത്തെ അവിടെ നാട്ടുവാനായിട്ട് ഇടയായിത്തീരുന്നു. നാട്ടിയിട്ടെന്തോ അത് നല്ല ഭംഗിയുള്ള സ്വർണ്ണ ബിംബത്തെയാണ് നാട്ടിയിരിക്കുന്നത്, അല്ലേ? ഭയങ്കരമായിട്ടുള്ള ലക്ഷൂറിയസും പ്ലഷ് ആൻഡ് പോംബായിട്ടുള്ള ഒരു ബിംബത്തെ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു. നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന അവർ 8 ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള മാന്യന്മാരെ, ദേശത്തിൻ്റെ മാന്യന്മാരെ അവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. പല തരത്തിലുള്ള വ്യക്തികൾ, അതായത് അവിടെ ഒരു വലിയൊരു സൊസൈറ്റിയിലെ വലിയ ഒരു ഗ്യാതറിങ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അവിടെ വന്നു. അതിൻ്റെ താഴെ അനേകം വാദ്യഘോഷങ്ങളോടുകൂടി അനേകം ആൾക്കാർ കടന്നു വന്നു. അവിടെ നമുക്കറിയാവുന്ന കഥയാണ്, ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് പറഞ്ഞു വായിപ്പിക്കുന്നില്ല. അവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞ വാദ്യഘോഷങ്ങൾ. രാജാവ് ഉടനെ തന്നെ ഒരു പ്രൊക്ലമേഷൻ കൊടുക്കുകയാണ്, ഈ വാദ്യങ്ങളൊക്കെ ഇവിടെ മുഴങ്ങുമ്പോൾ ആമേൻ എല്ലാ സകല ജനവും ഞാൻ നിർത്തിയിരിക്കുന്ന ബിംബത്തെ ആരാധിക്കണം. ആരാധിക്കാത്തവരെ എന്തോ ചെയ്തു കളയും? തീച്ചൂളയിലിട്ട് ചുട്ടുകളയും. അപ്പോൾ തന്നെ ചുട്ടുകളയുമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡിക്ലറേഷനും അവിടെ കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ ഇവരും കേട്ടിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പക്ഷേ ഇവരെന്തുവാ തീരുമാനിച്ചതെന്തുവാ? കേട്ട ഒരു സുവിശേഷം. നിങ്ങളെന്തോ ഇങ്ങനെ ഇത് കേട്ടിട്ടില്ലയോ? ഈ കഥ കേട്ടിട്ടില്ലേ? കഥയല്ല, ഇത് നടന്ന സംഭവമാണ്. അമ്മാമ്മ കേട്ടിട്ടില്ലേ? ഉണ്ട്. അമ്മാമ്മയ്ക്കും സംശയം പോലെ. ഇവിടെ വായിച്ച പാസ്റ്റർ, എനിക്കിപ്പോൾ ഒരു സംശയം, ഇതുണ്ടോന്ന്. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിലെ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ നിങ്ങൾ വീണ് നെബൂഖദ്നേസർ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണം. ആമേൻ. ഹല്ലേലൂയ. കണ്ടോ? ഹല്ലേലൂയ. അപ്പം ഞാൻ വെറുതെ പറഞ്ഞാലെന്ന് മനസ്സിലായല്ലോ ഇപ്പം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഈ രാജാവ് ഒരു ഡിക്ലറേഷൻ കൊടുത്തു, ഇതിനെ നമസ്കരിക്കണം, നമസ്കരിക്കാത്തവരെയൊക്കെ തീച്ചൂളയിലിട്ട് ചുട്ടുകളയുന്നു. പക്ഷേ ഇത് കേട്ടിട്ടും അവർ മാറിയോ? അവർ പേടിച്ചോ? ഇത് രാജ്യത്തിൻ്റെ നിയമമാണ്, ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാറിയോ? ഇച്ചിരി ബാസ് കുറയ്ക്കും. ഇത് മാറണം, ഇത് രാജ്യത്തിൻ്റെ നിയമമാണ്, ഇതിനനുസരിച്ച് നമ്മൾ മാറണമെന്ന് അവർ പറഞ്ഞു മാറി. അവരുടെ ആരാധനയിൽ അവർ മാറിയോ? മാറിയില്ല. അവർ ഉറച്ചു നിന്നപ്പോൾ എന്തുവാ സംഭവിച്ചത്? ആമേൻ. ചില കൽദയന്മാർ ഇതറിയുവാനിടയായി തീർന്നു. ഇതറിഞ്ഞിട്ട് രാജാവിൻ്റെ അടുക്ക ചെന്നേച്ച് രാജാവിൻ്റെ ചെവിയിൽ കുറഞ്ഞു. രാജാവിനെ ആദ്യം ഒന്ന് സോപ്പിട്ട് ഇതാവോട്ട് വായിക്കുന്ന നമുക്ക്, രാജാവേ, നീ നീണാൽ വാഴട്ടെ, നീ നല്ലവനാണ്, നീ വല്ലഭനാണ്, ഇങ്ങനെയൊക്കെ നീ രാജ്യമൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയ കാര്യമുണ്ട്, അവിടെ ഒരു 3 പേര് ഈ ഒരു ഡിക്ലറേഷൻ കൊടുത്തായിരുന്നില്ല, അത് അവിടെ അനുസരിക്കുന്നില്ല എന്ന്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ചിലർ, ആമേൻ ഹല്ലേലൂയ, നമ്മൾ ഈ ഒരു
ആരാധിക്കുവാനും നമ്മളൊരു സമർപ്പണ ബോധത്തോടെ, എനിക്കറിയാം പലർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, ഒരു പക്ഷേങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കായാലും ഓൺലൈനിലാണെങ്കിലും ഉള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ, എനിക്കറിയാം, ഞാൻ ഒരു ജോലി ചെയ്യുന്ന ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയാം അത് പ്രത്യേകിച്ച് ഒരു നാദനില്ലാ കളരി പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത് നമുക്കറിയാം അവിടെ ഉണ്ടാകുന്ന പൊളിറ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത്. നിങ്ങളും പലരും NHSലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവിടെയും ആ ഒരു കൈൻഡ് ഓഫ് പൊളിറ്റിക്സ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് നമുക്കറിയാൻ പറ്റും. നമ്മൾ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്ത് ഉറപ്പോടും ധൈര്യത്തോടും നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു ചിലർ നമുക്കെതിരെ എഴുന്നേൽക്കും. ചിലർ നമ്മുടെ അധികാരികളോട് ചിലത് ബോധ്യപ്പെടുത്തുവാനും ചിലത് ആമേൻ ഹല്ലേലൂയ അങ്ങനെയൊക്കെ. അത് സഭയോടുള്ള ബന്ധത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ. ആമേൻ ഹല്ലേലൂയ. സഭ ദേശത്തിൽ ഒരു അധികാരത്തോടെ എഴുന്നേൽക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ആമേൻ ഹല്ലേലൂയ ചില ദേശത്തിൻ്റെ ശക്തികൾ അതിനെതിരെ ആമേൻ പ്രബലമാകുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ ഹല്ലേലൂയ. സഭ ഒരു അധികാരത്തോടെ എഴുന്നേൽക്കും. പക്ഷേ ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയട്ടെ, സഭ ദൈവത്തിൻ്റെതാ. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദത്തം സഭയുടെ മേൽ കിടക്കുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ സഭ അധികാരം ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. സകല ദുഷ്ടന്റെ തന്ത്രങ്ങളെയും സകല ദുഷ്ടന്റെ പരിചകളെയും ഇന്ന് പകലിൽ സഭ അധികാരം ഏറ്റെടുത്തുകൊണ്ട് തകർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കാതെ വണ്ണം. ഹല്ലേലൂയ. പാതാളത്തിന്റെ ഗോപുരങ്ങളെ ഇടിച്ച് തകർത്ത് സഭ മുന്നേറുന്ന ആമേൻ ഹല്ലേലൂയ ദിവസങ്ങളാക്കി ദൈവം തീർക്കുന്നത് ഓർത്തുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ നന്ദി പറയുന്നു. അങ്ങനെയെങ്കിൽ ആമേൻ ഹല്ലേലൂയ നമുക്കെതിരെ ഉയരുന്ന ചില പദ്ധതികൾ ദൈവം കണ്ടിട്ടുണ്ട്. ആമേൻ ഹല്ലേലൂയ. സഭയുടെ ഭാഗമാണല്ലോ നമ്മൾ. സഭയുടെ ഭാഗമായിട്ട് നിന്നല്ലേ നമ്മൾ ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതിനകത്ത് ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ അവിടെ ഉറച്ചു നിൽക്കണം. എന്തോ വേണം? ഇളകാതെ അടിസ്ഥാനപ്പെട്ട് സ്ഥിരതയുള്ളവരായിരിക്കണം, അല്ലേ? ഇതല്ലേ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. ആമേൻ ഹല്ലേലൂയ. ഇപ്പം നമ്മൾ തീരുമാനമെടുക്കും. നാളെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പോയി നിങ്ങളുടെ മാനേജറോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. പക്ഷേ അതിനൊന്നും നിങ്ങൾ മറുപടി പറയില്ല. ഹല്ലേലൂയ. അതിനൊന്നും നിങ്ങൾ മറുപടി പറയില്ല. ദേവദാസൻ പറഞ്ഞതുപോലെ നമ്മുടെ വാക്കിനെ തൂക്കി നോക്കി വേണം നമ്മൾ ഉപയോഗിക്കുവാൻ. ഹല്ലേലൂയ. പറയരുതാത്തത് പറയാതിരിക്കുവാനും, ആമേൻ ഹല്ലേലൂയ, കാണരുതാത്തത് കാണുവാനും കേൾക്കരുതാത്തത് കേൾക്കാനും. ആമേൻ ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഓരോ ദിവസവും ഇറങ്ങുന്നതിന് മുന്നമേ ആമേൻ ഹല്ലേലൂയ നമ്മുടെ ഓർഗൻസിനെ എല്ലാം ആമേൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഇറങ്ങാൻ. ആമേൻ ഹല്ലേലൂയ. ആമേൻ. യെസ് ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. അങ്ങനെയെങ്കിൽ നോക്കിക്കേ, ഈ ശദ്രക് മേശക് അബേദ്നെഗോവിനെ രാജാവ് വിളിക്കുക. ഇത് കേട്ടിട്ട് രാജാവിന് ഏറ്റവും ദേഷ്യം. രാജാവിന് ദേഷ്യം വരാതിരിക്കുമോ? അത്രയും വലിയ ഒരു എംപയറിൻ്റെ ഒരു എംപറർ, അല്ലേ, ഒരു എംപററായിട്ടുള്ളൊരു വ്യക്തി ഇത്രയും വലിയൊരു ഡിക്ലറേഷൻ കൊടുത്തിട്ട് അത് അനുസരിക്കുക, അതും അടിമകളായിട്ട് കൊണ്ടുവന്നിട്ട് ആമേൻ ചെറിയ ഒരു പദവിയിലേക്ക്, റെസ്പെക്റ്റഡ് പൊസിഷനിലേക്ക് രാജാവ് മനസ്സലിഞ്ഞ് കയറ്റിയിരുത്തിയിരിക്കുന്നു. എന്നിട്ടും രാജാവിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാൻ കാണിച്ച ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടപ്പോഴത്തേക്ക് രാജാവിനങ്ങ് ദേഷ്യം വന്നു. വിളിക്കാൻ പറഞ്ഞു അവരെ. ഇവിടെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ രാജാവ് ചോദിക്കുക, ഏറ്റവും കോപാകുലനായിട്ട് രാജാവ് ചോദിക്കുക, എന്തുവാ ചോദിച്ചത്? ഞാൻ നിർത്തിയിരിക്കുന്ന ഈ ബിംബത്തെ നിങ്ങൾ ആരാധിക്കത്തില്ലെന്ന് പറഞ്ഞോ? ആമേൻ ഹല്ലേലൂയ. നിനക്ക് ഒരു അവസരം കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. ആമേൻ ഇത്രയും വലിയ ഒരു സൊസൈറ്റി ഇവിടെ നിൽക്കുന്നു. ആമേൻ ഈ വാദ്യഘോഷങ്ങൾ ഇവിടെ നിൽക്കുന്നു. ഇതൊക്കെയും ഇവിടെ നിൽക്കുമ്പോൾ ഇതൊന്നുകൂടെ മുഴങ്ങുമ്പോൾ നിങ്ങൾ ആരാധിച്ചില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളെ ഈ തീച്ചൂളയിലിട്ട് ചുട്ടുകളയുമെന്ന്. ആമേൻ ഹല്ലേലൂയ. അതിന് മറുപടി ആമേൻ നിങ്ങളവിടെയൊക്കെ വായിച്ചിട്ടുള്ളവരല്ലേ? വായിക്കണം. ദൈവവചനം ഒന്ന് വായിച്ചു. നെബൂഖദ്നേസർ അവരോട് കൽപ്പിച്ചത്, ശദ്രക് മേശക് അബേദ്നെഗോവേ, നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേർ തന്നെയോ? ഇപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിപ്പാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന്, നമസ്കരിക്കാതിരുന്നാലോ ഈ നാഴികയെ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചുളയിട്ട് കളയും. നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവനാർ? ശദ്രക് മേശക് അബേദ്നെഗോ രാജാവിനോട്, നെബൂഖദ്നേസറേ, ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല. ഇപ്പോൾ തന്നെ ഇത് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളെ ഈ തീച്ചൂളയിലിട്ട് ചുട്ടുകളയുമെന്ന് ഇവരോട് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങളിപ്പം ഒരു വലിയൊരു സോഷ്യൽ ഗ്യാതറിങ്ങിന് മുമ്പിൽ നിൽക്കുക. ആ ഗ്യാതറിങ് നടത്തുന്ന അതിൻ്റെ ആ ലീഡ് വന്നിച്ച് നിങ്ങളെ എല്ലാവരുടെ മുമ്പിൽ വിളിച്ചേച്ച് പറയുകയാണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻസൾട്ടഡ് ആവുന്ന ഒരു സമയം, അല്ലേ? അത്രയും വലിയൊരു ഒരു ഗ്യാതറിങ്ങിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ ഇൻസൾട്ടഡ് ആയിട്ട് നിൽക്കുകയാണ്. ഒന്ന്. പിന്നെ നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലായിരിക്കുക. അനുസരിച്ചില്ലെങ്കിൽ ഇപ്പോൾ എന്തോ പറ്റും? തീച്ചൂളയിൽ വീഴും. പക്ഷേ എന്നെ അവിടെ ഏറ്റവും ടച്ച് ചെയ്ത്, അല്ലെ, ദൈവം എന്നെ ഏറ്റവും കൂടുതൽ കാണിച്ച ഒരു മർമ്മമെന്ന് പറയുന്നത് അവരുടെ ആ പക്വതയാണ്.
ആ 3 ബാലകന്മാരുടെ പക്വത, അവർ പറഞ്ഞ മറുപടി കേട്ടോ. ദൈവദാസൻ ഒന്ന് വായിച്ചു. ആമേൻ, ഹല്ലേലൂയ. അവർ ആ സിറ്റുവേഷനെ കൃത്യം അവർ ഒരു പക്ഷേ ഈ സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമ്മൾ ആങ്ഷ്യസ് ആവും അല്ലേ. ആ ആങ്ഷ്യസ് ആയിട്ട് നമ്മൾ പലപ്പോഴും തെറ്റായിട്ടുള്ള വാക്കുകൾ നമുക്ക് വരും, തെറ്റായിട്ടുള്ള റെസ്പോൺസ് വരും, തെറ്റായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ പ്രകടിപ്പിക്കും. ഇങ്ങനെയൊക്കെ വരാവുന്ന സാഹചര്യത്തിൽ ആ 3 ബാലകന്മാർ അവിടെ നിന്നേച്ച് പറയും, രാജാവേ, കാര്യങ്ങളൊക്കെ ശരിയാണ്, നീ ചോദിച്ച ഈ ചോദ്യത്തിന് പക്ഷേ ഒരു മറുപടി പോലും പറയേണ്ട ആവശ്യമില്ല. ആമേൻ, ഹല്ലേലൂയ. അതിനൊരു മറുപടി പോലും ഡിസേർവ് ചെയ്യാത്ത തരത്തിലുള്ള തരംതാന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ആ മറുപടി പറഞ്ഞതെന്ന് ആർക്കെങ്കിലും പറയാമോ? ഒരു ഗസ്, ആരെങ്കിലും ഒന്ന് ഗസ് ചെയ്യാവോ? വേണ്ട, ആർക്കും വേണ്ട, ഗസ് വർക്ക് താല്പര്യമില്ല, വേണ്ട, ഞാൻ തന്നെ പറയാം. അവിടെ ഞാൻ ഒരു എക്സാമ്പിൾ, ഞാനിങ്ങനെ ഇത് വെച്ച് ഈ വിഷയം വെച്ചുകൊണ്ട് ഈ വാക്യങ്ങളൊക്കെ വെച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചത്, അല്ലെ ദൈവം എനിക്ക് എൻ്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചതാണ്. നമ്മൾ ഒരു മാലയൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തികളാണെന്ന് വെച്ചാൽ, പെന്തക്കോസ്ത് സഭയിൽ സ്വർണ്ണത്തെ പറ്റി പറയാൻ പാടില്ല, എങ്കിലും അങ്ങ് പറയുക, അങ്ങനെയൊന്നുമില്ല. പിന്നല്ല ഫാസ്റ്റ് തന്നു ഇനി എന്നാൽ കിടക്കട്ടെ, ഒരു 10 പവൻ്റെ മാല അല്ലെങ്കിൽ ഒരു 15 പവൻ്റെ മാല ഇട്ടിരിക്കുന്ന ഒരു വ്യക്തി, അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളി അത് ഇച്ചിരി കാണിച്ച് ആ പുള്ളിയുടെ ആ ലക്ഷറിയൊക്കെ ഒന്ന് ഫ്ലോണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരനോട് വന്നേച്ചൊരു വ്യക്തി പറയുകയാണ്, സ്വർണ്ണമാണ്, ഓക്കെ, അപ്പോൾ അതിന് മെയിൻ്റനൻസ് ഉണ്ട്, 10-15 പവൻ്റെ മാല എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഭാരമുണ്ട്, സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്, ഇതിങ്ങ് തന്നേരും, ഇതല്ലെങ്കിൽ മാറ്റി വെച്ചാൽ നമുക്കൊരു കറുത്ത ചരടിടാം. എന്തുവാ, മെയിൻ്റനൻസ് ഇല്ല, വെയ്റ്റ്ലെസ് ആണ്, സെക്യൂരിറ്റി ഇഷ്യൂസ് ഇല്ല, എല്ലാം സോൾവ് ചെയ്തില്ലേ? പക്ഷേ ആ പുള്ളി ഇത് സമ്മതിക്കുമോ? ഇല്ല, ഇല്ലേ? അപ്പം ഞാനിതിങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചേടാ, ഇതങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ ചരടും ചിലർ ഇത് സ്വർണ്ണം മാല എന്ന് പറയുന്ന ഒരു ജ്വല്ലറിയാണ്, ചരടും ചിലർ ജ്വല്ലറി ആയിട്ട് ഇടാറുണ്ട്, ഇല്ലേ? ഇതൊരു സബ് കാറ്റഗറിയിലെങ്കിലും ഒരു ജ്വല്ലറി ആയിട്ട് നമുക്ക് പെടുത്താവുന്ന ഒരു സാധനമാണ്. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ വേറൊരു ചിന്ത വന്നത്, നമുക്ക് ബിരിയാണി കഴിക്കാൻ പോകും. ഉപവാസത്തിലിരിക്കുന്ന സഭയാണ്, നല്ല മട്ടൻ ബിരിയാണി കഴിക്കാൻ പോകും. ഇവിടെ കിട്ടത്തില്ല, ലണ്ടനിൽ പോകണം. അല്ലെങ്കിൽ ആരെങ്കിലും വടക്കുന്നുള്ളവരുണ്ടോ? കേരളത്തിൻ്റെ വടക്ക് ഭാഗം, കോഴിക്കോട്, കണ്ണൂർ, തിരുവല്ല, ഞാനല്ലയോ? അതല്ല, അവിടുന്നും വടക്ക് പോട്ട്. ഓ, നിങ്ങൾക്കത് വടക്കല്ലേ? ഞങ്ങൾക്കത് വടക്കല്ല, ഞങ്ങൾ മധ്യ തിരുവിതാംകൂര. കേരളത്തിൻ്റെ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട്ട് പാരഗണിൽ നല്ല ബിരിയാണി കിട്ടും. അവിടെ കിട്ടും നല്ല മട്ടൻ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കും ഒരു വ്യക്തി. അപ്പം പുള്ളിയുടെ അപ്പുറം ഇപ്പുറമൊക്കെ ഇരിക്കുന്നവർ ബീഫ് ബിരിയാണി, മട്ടൻ ബിരിയാണി, ഫിഷ് ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുക, മണമൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ അവിടുത്തെ ഓണറോ വെയിറ്ററോ വന്നേച്ച് പറയാണ്, ബിരിയാണി വേണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾ നല്ല സ്വർണ്ണ തളികയിൽ നല്ല കഴുകി വൃത്തിയാക്കിയ മണ്ണ് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോ ചെയ്യും? അതൊരു വിഷയമാണ്, അതിനൊരു മറുപടി പറയേണ്ട വിഷയമാണോ? എന്തുകൊണ്ടാണ്? ബിരിയാണി ഈസ് എ ഫുഡ്, മണ്ണ് ഈസ് നോട്ട് എ ഫുഡ്. അത് എഡിബിൾ അല്ലല്ലേ? അത് എഡിബിൾ. അതുകൊണ്ട് അതിനകത്തൊരു മറുപടി പറയേണ്ട വിഷയം പോലും. എടാ, സ്വർഗത്തിൽ വസിക്കുന്നവൻ, സ്വർഗത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയവൻ, അല്ലെങ്കിൽ സകല ചരാചരത്തെയും സൃഷ്ടിച്ച ജീവനുള്ള ദൈവം ഒരു വശത്ത് നിൽക്കുന്നു. മനുഷ്യൻ സൃഷ്ടിച്ച ഒരു സാധാരണ ചെവി പോലും കേൾക്കാത്ത ഒരു ബിംബം ഒരു വശത്ത് നിൽക്കുമ്പം അല്ലെങ്കിൽ അവരോട് പറയാം, നീ അതിനെ ആരാധിക്കാൻ പറഞ്ഞാൽ ഇത്രയും മെച്യൂരിറ്റിയോടുകൂടി ഒരു മറുപടി അതിനു മുമ്പിൽ പറയാൻ പറ്റുമോ? രാജാവേ, നീ ചോദിച്ച ചോദ്യത്തിനൊരു മറുപടി പോലും ഡിസേർവ് ചെയ്യുന്നില്ല എന്ന്. ഈ ഒരു മെച്യൂരിറ്റിയിലേക്കാണ് സഭ വളരേണ്ടത്. ആമേൻ, ഹല്ലേലൂയ, ഗ്ലോറി. ഇന്ന് പല വിശ്വാസികൾക്ക് ഞാൻ വ്യക്തിപരമായി കണ്ട ഒരു കാഴ്ചയാണ്. ഒരു ആരാധനയൊക്കെ കഴിഞ്ഞ്, ഭയങ്കര തീ പറന്ന ആരാധനയൊക്കെ കഴിഞ്ഞ് ആ ചർച്ചിൽ ആശീർവാദം പറഞ്ഞ അച്ചായന, അന്ന് ആ അച്ചായനായിരുന്നു ആ ചർച്ചിൽ ആശീർവാദം പറഞ്ഞു. ആ അച്ചായന അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക്, ഇവിടെ അല്ല കേട്ടോ, ഗൾഫിലാണ്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ പല ഡിനോമിനേഷനിലുള്ളവർ വരും, വലിയ പാർക്കിങ്ങാണ്, പാർക്കിങ്ങിലൊക്കെ ഇങ്ങനെ പല വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറുകയൊക്കെ ഇടും. അപ്പോൾ ഈ ആരാധന കഴിഞ്ഞ് അച്ഛൻ ഇറങ്ങി വന്നപ്പോൾ അച്ഛൻ്റെ വണ്ടിക്ക് കുറുകെ ആരോ വണ്ടി കൊണ്ടിട്ടു. അച്ഛനെ വണ്ടി ഇറക്കാൻ പറ്റുന്നില്ല. പിന്നെ കേൾക്കണോ, ആശീർവാദം പറഞ്ഞ വായും കൊണ്ടൊക്കെ പിന്നെ പറഞ്ഞതൊക്കെ, പിന്നെ എൻ്റെ പൊന്നോ, എനിക്ക് വയ്യ. അങ്ങനത്തെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഞാൻ വ്യക്തിപരമായി കണ്ട, ആരും പറഞ്ഞു കേട്ട കാര്യമില്ല, എൻ്റെ കണ്ണിന് കണ്ട കാഴ്ചയാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെയെങ്കിൽ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ദൈവദാസൻ പ്രാർത്ഥിച്ചതുപോലെ ഫലമുള്ള ഒരു തലമുറയായി, ആമേൻ, ഹല്ലേലൂയ, നമുക്ക് വളരണം. ഫലമുള്ള ഒരു തലമുറയായി, മെച്യൂർഡായിട്ടുള്ള ഒരു സഭയായി നമുക്ക് വളരണം. ആമേൻ, ഹല്ലേലൂയ. ആ സീസൺ, അതിൻ്റെ അടുത്ത സീസൺ തുറക്കുക. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളിൽ ആ ഫലങ്ങൾ ഉണ്ടായി വരികയാണ്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളത് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുൻപിൽ വരികയാണ്. ആമേൻ, ഹല്ലേലൂയ. ദൈവം അത് മുൻപിൽ തരും. ആ സമയത്ത് പ്രാർത്ഥനയോടുകൂടെ, ആമേൻ, ഹല്ലേലൂയ, ശദ്രക്, മേശക്, അബേദ്നെഗോ പറഞ്ഞതുപോലെ
ആമേൻ ഹല്ലേലൂയ രാജാവേ, ഹല്ലേലൂയ നീ ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടി പോലും അർഹിക്കുന്നില്ല എന്ന്, ആമേൻ ഹല്ലേലൂയ, ഏറ്റവും പക്വതയോടുകൂടി ദൈവസന്നിധിയിൽ ആയിരിക്കുമെങ്കിൽ, ആമേൻ ഹല്ലേലൂയ, നിന്നെ ഉണ്ടാക്കിയവൻ, ഹല്ലേലൂയ, നിന്നെ ആക്കി വെച്ചിരിക്കുന്നവൻ, നിന്നെ ഓരോ സ്ഥാനത്തും ആക്കിയവൻ, ഹല്ലേലൂയ, അവൻ നിന്നെ മറന്നു പോയിട്ടില്ല, ഹല്ലേലൂയ, അവൻ നിന്നെ കൈവിട്ടിട്ടില്ല. ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കയില്ല എന്ന് പറഞ്ഞവൻ നിന്നോട് കൂടെയുണ്ട്. നോക്കിക്കേ ഈ പുള്ളി ഇവരിത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് രാജാവിന് സന്തോഷം വരുമോ? ഒരിക്കലും ഇല്ല. ഇപ്പം നേരെ രാജാവ് അവരെ ഇൻസൾട്ട് ചെയ്തതിന് പകരം ഇവർ തിരിച്ച് രാജാവിനെ ഇൻസൾട്ട് ചെയ്തതിന് തുല്യമായില്ലേ? അധികാരം രാജാവിൻ്റെ കയ്യിലെ. രാജാവ് വെറുതെ വിടുവോ? രാജാവ് എന്തോ പറഞ്ഞത്? കൂട്ര തീച്ചൂളയുടെ തീ 7 മടങ്ങ്. ആമേൻ ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ, ആമേൻ ഹല്ലേലൂയ, തീച്ചൂളയുടെ അനുഭവങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ജോലി സ്ഥലത്ത്, ആമേൻ, നിങ്ങളുടെ ആരോഗ്യത്തിൽ, കുടുംബത്തിൽ, സാമ്പത്തികത്തിൽ, ആമേൻ ഹല്ലേലൂയ, പല തരത്തിൽ നിങ്ങൾ പല സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ടായിരിക്കും. ആമേൻ ഹല്ലേലൂയ. എന്നാൽ ഇളകാതെ നിൽക്കാൻ ഒരു ചുവട് വെക്കുമ്പോൾ, ആമേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ, കണ്ട തീച്ചൂളയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിക്കുന്നത് കാണുവാനിടയായി തീരും. ആമേൻ ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. തീർന്നില്ല. അതുവരെയും അവിടെ ഇല്ലാതിരുന്ന, ആമേൻ, മല്ലന്മാരായ ചില പടയാളികളെ രാജാവ് മുൻപോട്ട് വിളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ ഒരു സാഹചര്യവും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ആമേൻ ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഈ വാക്കുകൾ നിങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ടില്ലേ? യേശുവേ ഹല്ലേലൂയ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു രോഗത്തെ പറ്റി ഞാൻ കേട്ടിട്ടില്ല, ഇങ്ങനെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ വന്നിട്ടില്ലല്ലോ. ആമേൻ ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ദൈവസന്നിധിയിൽ പ്രിയ ദൈവസഭയെ, നീ നിൽക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണെങ്കിൽ, ആമേൻ, ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനത്തിന് വേണ്ടിയാണെങ്കിൽ, ദൈവിക സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ ഉറപ്പും ധൈര്യവും ഉള്ളവനായി നിൽക്കുവാനാണ് നീ തീരുമാനിച്ചതെങ്കിൽ, ഹല്ലേലൂയ, ഉറപ്പും ധൈര്യവും ഉള്ളവനായി നിൽക്കുവാനാണ് നീ തീരുമാനിച്ചതെങ്കിൽ, ആമേൻ ഹല്ലേലൂയ, അത് കാണാതെ പോകുന്ന ഒരു ദൈവം അല്ല ഇവിടെ ഉള്ളത് കേട്ടോ. അത് കാണാതെ പോകുന്ന ഒരു ദൈവം അല്ല ഇവിടെ ഉള്ളത്. നോക്കിക്കേ, ആമേൻ ഹല്ലേലൂയ, തീച്ചൂളയുടെ ചൂട് 7 മടങ്ങ് കൂടി. ആമേൻ ഹല്ലേലൂയ. മല്ലന്മാരെ വിളിച്ചു. എന്തിനാ? ആമേൻ, ഫിസിക്കലി അസോൾട്ട് ചെയ്യുവാൻ. ആമേൻ ഹല്ലേലൂയ. ഫിസിക്കലി അവരെ കെട്ടി വരിഞ്ഞ് മുറുക്കുവാൻ. ഇനി നീ ആരാധിക്കരുത്, നിന്റെ കൈ അടിക്കരുത്, നിന്റെ കാലുകൾ ചലിക്കരുതെന്നും പറഞ്ഞുകൊണ്ട്, ആമേൻ ഹല്ലേലൂയ, നിന്നെ കെട്ടി വരിഞ്ഞ് മുറുക്കിയിടുവാൻ ശ്രമിക്കുന്ന, ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്, ഏത് സിറ്റുവേഷനും ആയിക്കോട്ടെ, ആമേൻ ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിത സാഹചര്യം ഓർത്തുകൊണ്ട്, ആമേൻ ഹല്ലേലൂയ, നിങ്ങൾ അതിനെ ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുക. അവിടെ ഒരു മെച്യൂരിറ്റി എനിക്ക് വേണമെന്ന്, ഹല്ലേലൂയ, എൻ്റെ വായ്കളെ തുറന്ന്, ആമേൻ ഹല്ലേലൂയ, അതിനോട് പ്രതികരിക്കുവാൻ അല്ല, ആമേൻ, ദൈവമേ നിന്റെ വിടുതൽ കാണുവാൻ. ഹല്ലേലൂയ. യെസ് ഹല്ലേലൂയ. നിന്റെ വിടുതൽ കാണുവാനാണ് എനിക്ക് അവിടെ ആവശ്യം. ആമേൻ ഹല്ലേലൂയ. ഞാനല്ല പ്രതികരിക്കേണ്ടത്. ആമേൻ ഹല്ലേലൂയ. എനിക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു ദൈവം. യുദ്ധം യഹോവയ്ക്കുള്ളതല്ലോ. ആമേൻ ഹല്ലേലൂയ. നോക്കിക്കേ, റെനി പാസ്റ്റർ മിക്കവാറും ദൈവസന്നിധിയിൽ നമ്മളെ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടൊക്കെ ആയിരിക്കും ചിലപ്പം. ആമേൻ, ഇങ്ങനെയുള്ളത് കേൾക്കുമ്പോൾ റെനി പാസ്റ്റർ എപ്പോഴും പറയുന്നത്, മിക്ക ആരാധനയിലും പറയുന്നത്, ഞാൻ സൈലൻ്റ് ആയ ദൈവം വയലൻ്റ് ആയിക്കോളും. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ വയലൻ്റ് ആയ ദൈവം സൈലൻ്റ് ആവും. എന്നാൽ പിന്നെ നീ നടക്കട്ടെ എന്ന് പറയും അല്ലേ എന്ന് പറഞ്ഞതുപോലെ, ദൈവസന്നിധി നമ്മൾ അങ്ങ് സൈലൻ്റ് ആകാമെങ്കിൽ, ആമേൻ ഹല്ലേലൂയ, ദൈവം വയലൻ്റ് ആയിക്കോളും. ആമേൻ ഹല്ലേലൂയ. വചനം പറയുന്നത് എന്തുവാ? യുദ്ധം യഹോവയ്ക്കുള്ളതല്ലോ. ആമേൻ ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. പ്രിയ ദൈവമക്കളെ, ആമേൻ, ഈ തീരുമാനമെടുത്ത ബാലകന്മാർ അവിടെ തന്നെ നിൽക്കുകയാ. ആമേൻ ഹല്ലേലൂയ. ഏറ്റവും ഇൻസൾട്ടഡ് ആയിട്ട്, ഡിസ്റെസ്പെക്റ്റഡ് ആയിട്ട് അവരവിടെ തന്നെ നിൽക്കുകയാ. തീർന്നില്ല. ആമേൻ, തീച്ചൂളയുടെ ചൂട് ഇപ്പോഴും അവരുടെ മുൻപിൽ തന്നെയുണ്ട്. 7 മടങ്ങ് വർദ്ധിച്ച ചൂടിന്റെ അവസ്ഥ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ആമേൻ ഹല്ലേലൂയ. അവരെ പിടിച്ചു കെട്ടുവാൻ വന്ന മല്ലന്മാരും അവിടെ അടുക്ക് തന്നെയുണ്ട്. അവരെ വരിഞ്ഞു കെട്ടി ചൂളയിലേക്ക് എറിയാൻ വേണ്ടി പോവുക. ആമേൻ ഹല്ലേലൂയ. അപ്പോഴും അവർക്ക് വേണേ തിരിച്ചു പറയാം, പക്ഷെ അവർ പറഞ്ഞില്ല. ആമേൻ ഹല്ലേലൂയ. ആ തീച്ചൂളയിലേക്ക് നടന്നെടുക്കുക. ഈ മല്ലന്മാർ ഇവരെയും ചുമന്നുകൊണ്ട് തീച്ചൂളയിലേക്ക് പോവുക. ആമേൻ ഹല്ലേലൂയ. തീച്ചൂളയിലേക്ക് പോകുന്ന മല്ലന്മാരുടെ ആ തോളിലിരിക്കുമ്പോഴും അവർക്ക് വേണേ മാറ്റി പറയാം അല്ലേ, പക്ഷെ അവർ പറഞ്ഞില്ല. എന്തോ അവിടെ സംഭവിച്ചത്, ഇവരെ എറിയാൻ കൊണ്ടുപോയ മല്ലന്മാർ അവരെ തീച്ചൂളയിലേക്ക് എറിഞ്ഞു. ആമേൻ ഹല്ലേലൂയ. എറിയാൻ വരെ ദൈവം അവസരം കൊടുക്കും. ആമേൻ ഹല്ലേലൂയ. പക്ഷേ മടങ്ങി വരാൻ മല്ലന്മാരെ ദൈവം അനുവദിച്ചില്ല. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമക്കൾക്കെതിരെ വെച്ച ചുവടുമായി ആമേൻ മടങ്ങി വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. നിന്നെ തീച്ചൂളയിൽ എറിഞ്ഞ മല്ലന്മാര് ഹല്ലേലൂയ അടുത്ത നോട്ടത്തിന് നോക്കിയപ്പം തീച്ചൂളയുടെ സൈഡിൽ ചാരമായി കിടക്കുന്നത് കാണുവാൻ, രാജാവിന്റെ കണ്ണുകൊണ്ട് തന്നെ കാണുവാൻ ദൈവം ഇടവരുത്തി. ആമേൻ ഹല്ലേലൂയ. വർദ്ധിപ്പിച്ച ചൂട് നിന്റെ ദേഹത്തിൽ അല്ല, നിനക്കെതിരെ ഇറങ്ങി വന്ന മല്ലന്മാരുടെ ദേഹത്ത്.
ഓ ഹല്ലേലൂയ, ഏറ്റെടുത്തോ കേട്ടോ. ആമേൻ ഹല്ലേലൂയ, ഏറ്റെടുത്തോ. ഹല്ലേലൂയ. നിനക്കെതിരെ ഇറങ്ങി വന്ന മല്ലന്മാരുടെ ദേഹത്ത് ആമേൻ ഹല്ലേലൂയ അതിന്റെ ആമേൻ ഹല്ലേലൂയ ബലമടിക്കുവാൻ ഇടയായി തീർന്നു. ആമേൻ നോക്കിക്കേ, ഇവരെ തീച്ചൂളയിലിട്ടു, കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് തീച്ചൂളയിലിട്ടു. ആമേൻ ഹല്ലേലൂയ. രാജാവ് നോക്കുമ്പം കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായി തീച്ചൂളയിൽ എറിഞ്ഞവൻ അതൊക്കെ അഴിഞ്ഞ് അതിനകത്ത് ഉലാത്തി നടക്കുന്നു. മാത്രമല്ല രാജാവ് ചോദിക്കുന്ന അടുത്ത ചോദ്യം, നമ്മൾ 3 പേരെയല്ലേ അതിനകത്ത് ഇട്ടത്, ഇപ്പം 4മതൊരുവൻ ഇവിടെ കാണുന്നുണ്ടല്ലോ അതിനകത്ത്, അവൻ്റെ മുഖം ദൈവപുത്രനെ പോലെ ശോഭിക്കുകയും ചെയ്യുന്നല്ലോ എന്ന്. ആമേൻ ഹല്ലേലൂയ. കണ്ടോ? ആമേൻ. ദൈവസഭയെ, ഇതാണ് ദൈവസഭയ്ക്കുള്ള മറുപടി, നിങ്ങളുടെ ഉപവാസത്തിനുള്ള മറുപടി. നിങ്ങൾ ആമേൻ ഹല്ലേലൂയ ഉറപ്പും ധൈര്യവുമുള്ളവരായി കേട്ട സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ ആമേൻ തീച്ചൂളയിൽ വീണാലും ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലിൽ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് സഭയോട് ആലോചന അറിയിക്കുന്നത്, തീയെ സൃഷ്ടിച്ചത് ഞാനാ, തീക്ക് ബലം പകർന്നു കൊടുത്തത് ഞാനാ. ആമേൻ ഹല്ലേലൂയ. അത് നിന്നെ തൊടാൻ ഞാൻ അനുവദിക്കത്തില്ല. ആമേൻ ഹല്ലേലൂയ. ഈ ബാലകന്മാർ തീയിലേക്ക് പോയപ്പോ ദൈവം തീയോട് കൽപ്പിച്ചു, കേടട്ടെ നിന്റെ ബലം, നിന്റെ മുടിയോ നിന്റെ വസ്ത്രമോ കരിയരുത് എന്നല്ല തീയോട് കൽപ്പിച്ചത്. ഹല്ലേലൂയ. നിന്റെ മണം പോലും എന്റെ മക്കളുടെ മേത്തുണ്ടാവരുതെന്ന്. ഓ ഇന്ന് പകലിൽ തീയുടെ മണം പോലും നിങ്ങളുടെ ദേഹത്ത് തട്ടാതെ ഹല്ലേലൂയ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചവർ ചാരമായി, ഒരു പിടി ചാരമായി അവിടെ കിടക്കുമ്പോഴും നിന്റെ ദേഹത്ത് അതിന്റെ മണം പോലും തട്ടാതെ കാത്തു പരിപാലിക്കുന്ന ഒരു ജീവനുള്ള ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെന്ന് ഇന്ന് പകലിൽ നിങ്ങൾ ഉറപ്പും ധൈര്യവുമുള്ളവരായി ഒന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. അപ്പൊ എന്തൊക്കെയാ പറയുന്നത്? നിങ്ങൾ അറിഞ്ഞ സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ ഇളകാതെ അടിസ്ഥാനമുള്ളവരായി സ്ഥിരതയുള്ളവരായി നിലനിൽക്കണം. അല്ലേ? നിലനിൽക്കാമോ? ഇത് പഴയ നിയമത്തിൽ നടന്ന സംഭവമാണ്. അത് ആത്മാവ് വന്നും പോയി നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ ആത്മാവ് നമ്മുടെ കൂടെ. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമോ? യെസ്. ഇതല്ല, ഇതിൻ്റെ അപ്പുറം സംഭവിക്കും. യേശുക്രിസ്തു പറഞ്ഞു എന്തോ, എന്നിൽ വിശ്വസിക്കുന്നത് ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. ആമേൻ ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. നോക്കിക്കേ പാസ്റ്റർ, ആ 1 കൊലോസ്യർ 23 അവസാന ഭാഗം ഒന്ന് വായിച്ചേ. ഇപ്പം നമ്മൾ കേട്ടത് അതിൻ്റെ ഫസ്റ്റ് 2 കാര്യമാണ് നമ്മളെക്കുറിച്ച്. നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നു കൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. ഇപ്പോൾ മതി. എന്തോ വായിച്ച ലാസ്റ്റില്, വിശ്വാസത്തിൽ നിലനിൽക്കണം. അല്ലേ? ആമേൻ. അപ്പോൾ ഇതുവരെ എന്തുവായിരുന്നു? സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ട് സ്ഥിരതയുള്ളവരായിരിക്കുകയും വേണം. നിങ്ങളിൽ ഉള്ളിലുണ്ടായിരിക്കുന്ന വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കുകയും വേണം. ആമേൻ ഹല്ലേലൂയ. വിശ്വാസത്തിന് വേണ്ടി നിന്ന ഒരുപാട് പേരെ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിഞ്ഞു. എസ്പെഷ്യലി എബ്രായ ലേഖനത്തിലേക്കൊക്കെ വരുവാണെങ്കിൽ 11-ാം അധ്യായത്തിൽ വലിയൊരു ലിസ്റ്റ് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് വിശ്വാസത്തിന് വേണ്ടി നിന്നവരുടെ. എന്നാൽ ഞാൻ ഈ വിഷയം പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ദൈവം തന്ന ഒരു ആലോചന എന്ന് പറയുന്നത്, പഴയ നിയമത്തിലെ ഒരു ഭക്തനാണ്. പഴയ നിയമത്തിലൊരു ഭക്തൻ ഒരു ദർശനം കൊടുത്തു. ആ ദർശനം ആമേൻ ഒരു പൊട്ടനെ പോലെ അവൻ ആ ഹൃദയത്തിൽ അതങ്ങ് ഏറ്റെടുത്ത് വിശ്വസിച്ചത് മാത്രമല്ല, ആ വിശ്വസിച്ചത് അവൻ വാ കൊണ്ട് ഏറ്റു പറയാൻ തുടങ്ങി. ആമേൻ. ഈ വിശ്വസിച്ചത് അവൻ വാ കൊണ്ട് ഏറ്റു പറഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അവൻ പറഞ്ഞു, ആമേൻ, ഞാനൊരു ദർശനം കണ്ടു, എൻ്റെ കറ്റ നിവർന്നു നിന്നു, നിങ്ങളുടെ കറ്റ എന്നെ ആമേൻ വണങ്ങുന്നത് ഞാൻ കാണുവാൻ ഇടയായിത്തീർന്നുവെന്ന് ആമേൻ ഇത് പറഞ്ഞങ്ങ് നടക്കാൻ തുടങ്ങി. ഇവൻ്റെ സഹോദരങ്ങൾക്ക് ഇവനോട് വിരോധമുണ്ടാകുവാൻ തുടങ്ങി. ആമേൻ ഹല്ലേലൂയ. ദൈവം ഇത് കണ്ടിട്ട് ആമേൻ ദൈവം പറഞ്ഞു, ഇവന് ഞാനൊരു ദർശനം കൊടുത്തു. ഇവൻ അത് പേടിച്ചോ മടിച്ചോ നിന്നില്ല. ആമേൻ ഹല്ലേലൂയ. പകരം എന്തോ ചെയ്തു? വാ തുറന്ന് പ്രസ്താവിക്കുവാനായിട്ട് തുടങ്ങി. ആമേൻ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അവന് കൊടുത്ത ദർശനത്തിന്റെ ലെവൽ എന്ന് ഞാൻ മാറ്റുക. ആമേൻ ഹല്ലേലൂയ. അടുത്ത ദർശനം അവനുണ്ടായത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കൂടെ അവനെ വണങ്ങുന്നത് കാണുവാൻ അവനിടയായി തീർന്നു. നോക്കിക്കേ ഹല്ലേലൂയ. ആദ്യത്തെ ദർശനം കണ്ടത് പറഞ്ഞപ്പോൾ ആമേൻ സഹോദരങ്ങൾ അവനെ വിരോധിച്ചെങ്കിൽ ആമേൻ ഹല്ലേലൂയ അവൻ വിചാരിച്ചില്ല, സഹോദരങ്ങൾ ഞാൻ ആദ്യത്തെ ദർശനം പറഞ്ഞപ്പോൾ അവരെന്നോട് വിരോധിച്ചല്ലോ, ഇതും കൂടെ പറഞ്ഞാൽ അവരെന്നെ ഉപദ്രവിച്ചാലോ എന്ന് അവർ വിചാരിച്ചോ? നിങ്ങൾക്കറിയാം ഞാൻ ആനെ പറ്റിയാണ് പറയുന്നത്. ജോസഫിനെ പറ്റി അല്ലേ? ജോസഫ് വിചാരിച്ചോ? ജോസഫ് വിചാരിച്ചില്ല. എന്തോ ചെയ്തു? മുമ്പത്തേതിലും അധികമായി പിതാവിനോടും പോയി പറയുവാൻ ഇടയായി തീർന്നു. അല്ലേ? ആമേൻ ഹല്ലേലൂയ. അവന് കൊടുത്ത ദർശനത്തിൽ ഒരു പൊട്ടനെ പോലെ അവൻ വിശ്വസിക്കുവാൻ ഇടയായി തീർന്നു. വിശ്വസിച്ചത് വാ കൊണ്ട് ഏറ്റു പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് പകലിൽ അവന്റെ ആ വിശ്വസ്തത കണ്ട് ദൈവം അവന്റെ മേൽ ആമേൻ ഹല്ലേലൂയ ദൈവം കൊടുത്ത ദർശനത്തിന്റെ ആമേൻ ഒരു മാനിഫെസ്റ്റേഷൻ അയക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ആമേൻ ഹല്ലേലൂയ, ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടച്ചൊന്ന് ദൈവ
ദൈവസന്നിധിയിൽ അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചേ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ മെസ്സേജ് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഹല്ലേലൂയ, ഈ പകലിൽ ചിലത് നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് മടക്കി വരണം. നിങ്ങൾ പല ദൂതുകൾ കേട്ടിട്ടുണ്ട്, ഹല്ലേലൂയ. നിങ്ങൾ പല പ്രവചനങ്ങൾ കേട്ടിട്ടുണ്ട്, ഹല്ലേലൂയ. നിങ്ങളെ ദൈവം പല ദർശനങ്ങളും കാണിച്ചിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ഇതൊക്കെ നടക്കുമോ? ഹല്ലേലൂയ. ഇതൊക്കെ എന്ന് നടക്കുമെന്ന് ഓർത്ത് നിങ്ങളുടെ ഹല്ലേലൂയ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾ തന്നെ തള്ളിക്കളഞ്ഞ പല ദർശനങ്ങൾ, ആമേൻ, ഹല്ലേലൂയ, ഓർമ്മയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളിയിട്ട പല പ്രവചനങ്ങൾ, ആമേൻ, ഹല്ലേലൂയ, ബൈബിളിന്റെ പുറകിലോ ഒരു തുണ്ട് കഷ്ണം കടലാസിലോ എവിടെയോ നിങ്ങൾ മറന്നു വെച്ചുപോയ പ്രവചനങ്ങൾ, ആമേൻ, ഇന്ന് പകലിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് മടക്കി കൊണ്ടുവന്നാട്ടെ. ആമേൻ, ഹല്ലേലൂയ. അത് വാ കൊണ്ടിന്ന് പ്രസ്താവിക്ക്, ഇന്ന് പകലിൽ പ്രസ്താവിക്ക്. ആമേൻ, ഹല്ലേലൂയ. എന്റെ ദൈവം മതിയായവനാ, ആ വാക്ക് പറഞ്ഞവൻ വിശ്വസ്തൻ, അന്ത്യത്തോളം നടത്തുവാൻ അവൻ മതിയായവൻ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആമേൻ, നിങ്ങളുടെ ബലത്തിൽ ആശ്രയിച്ചുകൊണ്ട്, സാഹചര്യങ്ങളുടെ ഹല്ലേലൂയ ആ അപ്രൂവബിലിറ്റിയിൽ ആശ്രയിച്ചുകൊണ്ട് നിന്നപ്പോഴാ നിങ്ങൾക്ക് അതിനെ അവിശ്വസിക്കാൻ തോന്നിയത്. ദൈവമുഖത്തേക്കൊന്ന് നോക്കിക്കേ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവർ ഒരു നാളും ലജ്ജിച്ചു പോയില്ല എന്ന് വചനം പഠിപ്പിക്കുന്നെങ്കിൽ അവങ്കിലേക്ക് നോക്കിയവരെ മാനിക്കുന്ന ഒരു ദൈവം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ചേ, അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചേ. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, കഴിഞ്ഞ നാളിൽ നീ എന്നോട് സംസാരിച്ചത് ഞാൻ ഹല്ലേലൂയ അല്പനാളത്തേക്കായിട്ടെങ്കിലും ഒന്ന് മറന്നുപോയി, എന്നോട് ക്ഷമിക്കണമേ. ആ ദൂതിനെ ഞാൻ ഇതാ ഡിക്ലെയർ ചെയ്യുന്നു. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിലേക്ക്, സഭയിലേക്ക്, കുടുംബത്തിലേക്ക് ഞാൻ അതിനെ ഡിക്ലെയർ ചെയ്യുന്നുവെന്ന്. യെസ്, ഹല്ലേലൂയ. ഉറച്ചു പറഞ്ഞാട്ടെ. വാ കൊണ്ട് തുറന്ന് നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക. ഞാൻ അതിനെ നിറയ്ക്കാമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ സാന്നിധ്യം, ഞാൻ അതിനെ നിറയ്ക്കാമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഇന്ന് ഉണ്ട്. കരങ്ങൾ അടിച്ച് ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ശക്തിയോടെ ദൈവസന്നിധിയിൽ ഒന്ന് ആരാധിച്ച് ബലപ്പെടുത്താട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ഓരോ വ്യക്തി ജീവിതങ്ങളെയും കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നോക്കിക്കേ, ജോസഫ് രണ്ടാമത്തേതും കേട്ടു, രണ്ടാമത്തേത് ഏറ്റു പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ ചുറ്റിനും ഈ ദർശനത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ നടക്കുവാൻ തുടങ്ങി. ആമേൻ. നിങ്ങൾ ഏറ്റു പറഞ്ഞോ? ഇല്ലേ? പറഞ്ഞോ ഇല്ലയോ? ഓർത്തില്ല, പിന്നെ എങ്ങനെ പറയുന്നത് അല്ലേ? അങ്ങനെയാണോ ഇഷ്ടം പറഞ്ഞത്? സുമ ചേച്ചി ഓർച്ചോ? പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ഒരാളെങ്കിലും പറഞ്ഞല്ലോ. ബ്രദറെ പറഞ്ഞോ? നിങ്ങൾ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ കേട്ട പല വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിൽ അതിന് വേണ്ടുന്ന സാഹചര്യം ദൈവം തുറന്നു തരും. ആമേൻ, ഹല്ലേലൂയ. സാഹചര്യങ്ങളെ ഒരുക്കുന്നത് ദൈവമാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മളല്ല. നമ്മൾ പലപ്പോഴും നമുക്കടെ മുമ്പിൽ കാണുന്ന ആ ഒരു സാഹചര്യത്തിൻ്റെ പോസിബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. അല്ല, സാഹചര്യങ്ങളുടെ പോസിബിലിറ്റി ഒരുക്കുന്നത് ദൈവമാണ്. ആമേൻ, ഹല്ലേലൂയ. ഏറ്റവും ഇമ്പോസിബിൾ എന്ന് വിചാരിക്കുന്നിടത്ത് വഴികളെ തുറക്കുന്നവനാണ് എൻ്റെ ദൈവം. ആമേൻ, ഹല്ലേലൂയ. ഇസ്രായേൽ ജനം കടന്നു വന്നപ്പോൾ മുമ്പിൽ ചെങ്കടൽ, പിമ്പിൽ ഫറവോൻ, ഇവിടെ ഞങ്ങൾ തീർന്നുവെന്ന് പറഞ്ഞ് കരഞ്ഞ ഇസ്രായേൽ ജനത്തിന് മുൻപിൽ ആഴിയുടെ മധ്യത്തിൽ വഴി തുറന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. അങ്ങനെയെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സന്നിധിയിൽ അല്പം പോലും അവിശ്വസ്തരായിരിക്കാതെ, അല്പം പോലും അവിശ്വാസം കാണിക്കാതെ പൂർണ്ണ വിശ്വാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കുമെങ്കിൽ നോക്കിക്കേ, ജോസഫ് അതുപോലെ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിച്ചു. ആമേൻ. ഒരു പൊട്ടനെ പോലെ നടന്നെല്ലാവരോടും പറയാൻ തുടങ്ങി. പറഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചത്? എല്ലാവരും ഇവനെ വിരോധിക്കുവാൻ തുടങ്ങി. ആമേൻ, ഹല്ലേലൂയ. നോക്കിക്കേ, സഹോദരങ്ങൾ ആടിനെ മേയ്ക്കുവാൻ പോയിരിക്കുന്നു. ആമേൻ. ദൂരത്ത് വെച്ച് തന്നെ ജോസഫ് നടന്നു വരുന്ന കണ്ടിട്ട് എന്തോ ചെയ്തു? അവനെ കൊല്ലാൻ പദ്ധതി ഇട്ടല്ലേ? ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ തന്നെ സ്പോട്ടിൽ തന്നെ കൊല്ലാൻ പദ്ധതി ഇട്ടു. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ സഹോദരങ്ങൾ പറഞ്ഞു, വേണ്ട, നമുക്ക് അവനെ പൊട്ടക്കെട്ടി തള്ളിയിട്ട് പെതുക്കെ കൊല്ലാമെന്ന് പറഞ്ഞു. വേദനയും സങ്കടവും ദുരിതവും അനുഭവിച്ച് പെതുക്കെ കൊല്ലാമെന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. തീർന്നു? അവിടെ കൊണ്ട് തീർന്നില്ല. ആമേൻ, ഹല്ലേലൂയ. പിന്നെ അങ്ങോട്ട് കൊടുത്തു? അല്ല, അറേബ്യൻ ട്രേഡേഴ്സ് അതിലെ പോയി അവർക്ക് അവനെ സ്ലേവായിട്ടെടുത്ത് വിറ്റ് കളഞ്ഞു. നോക്കിക്കേ, നിങ്ങളൊന്ന് നോക്കിക്കേ, ജോസഫിനെ ഒന്ന് നോക്കിക്കേ. ജോസഫ് ഏറ്റവും വാത്സല്യപുത്രനായിരിക്കുന്ന ഒരു ഭവനത്തിൽ, പിതാവ് ഏറ്റവും സ്നേഹിക്കുന്ന ഒരു പുത്രൻ, പിതാവ് തൻ്റെ സ്വന്തം കൈയാൽ വിശിഷ്ട അങ്കിയൊക്കെ ഉണ്ടാക്കി തയ്ച്ച് കൊടുത്തിരിക്കുന്ന ഒരു വാത്സല്യപുത്രൻ. അവിടെ നിന്നും ഇപ്പം അവൻ്റെ സ്റ്റേജ് എങ്ങോട്ടാണ് പോകുന്നത്? താഴോട്ട് പോകും. എന്താ വെച്ചിട്ടേ?
ഹല്ലേലൂയ. സ്ലേവ് ആയിട്ട് പോകുന്ന ഗ്രാഫ് എങ്ങോട്ടാണ് പോകുന്നത്? താഴോട്ടല്ലേ? സ്ലേവ് ആവുന്നത് മേപ്പോട്ടാണോ? അല്ല, സ്ലേവ് അവൻ്റെ ജീവിതത്തിൻ്റെ ഗ്രാഫ് താഴോട്ട് പോകുക. എന്തുകൊണ്ടാണ് താഴോട്ട് പോകുന്നത്? ഇവന് ദൈവം ഒരു ദർശനം കൊടുത്തു. ആ ദർശനം അവൻ വിശ്വസിച്ചു, വാ കൊണ്ട് ഏറ്റു പറഞ്ഞു. ആമേൻ ഹല്ലേലൂയ. അതിനുവേണ്ടി അവൻ ഉറച്ചു നിൽക്കുവാൻ തുടങ്ങി. അപ്പോൾ അവൻ്റെ ഗ്രാഫ് താഴേക്ക് പോകുവാനായിട്ട് തുടങ്ങി. നോക്കിക്കേ, അവിടെ അവൻ അവിശ്വസ്തത കാണിച്ചോ? ഹല്ലേലൂയ. ചേട്ടന്മാർ അവനെ കൊല്ലുവാൻ തീരുമാനിച്ചപ്പോഴും, ചേട്ടന്മാർ അവനെ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞപ്പോഴും, ഒരു അടിമയായി വിറ്റപ്പോഴും, ഹല്ലേലൂയ, തീർന്നില്ല കേട്ടോ. ആമേൻ ഹല്ലേലൂയ. അവൻ്റെ ജീവിതത്തിൽ ഇത്രയും ഒരു 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 ബ്ലെസ്സഡ് ആയിട്ടുള്ള ഒരു മകനായി വളർന്നു വന്നവൻ്റെ ജീവിതത്തിൽ നോക്കിയ ഒരു സെക്കൻഡ് കൊണ്ട് റിജക്ഷൻസ് ആഫ്റ്റർ റിജക്ഷൻസ് അവൻ്റെ ജീവിതത്തിൽ. ആമേൻ ഹല്ലേലൂയ. നമ്മൾ മെൻ്റലി സ്ട്രെസ്ഡ് ആയി പോകും അല്ലേ? ചുമ്മാതാ, ഇതൊക്കെ ചുമ്മാ പറയുന്ന ഈ ഇപ്പോൾ ഉണ്ടായി വരുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, ഈ ആങ്സൈറ്റി, ADHD, PTSD, പിന്നെ ADD, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കാനുള്ള ഓരോ എക്സ്ക്യൂസുകളാണ്, അല്ലെ ചെയ്യരുതാത്ത കാര്യം ചെയ്യാനുള്ള ഓരോ എക്സ്ക്യൂസ്. ക്ലിനിക്കൽ എക്സ്പ്ലനേഷൻ ഒന്നും ഞാൻ ചോദിച്ചില്ല ആരോടും, പക്ഷേ ഇതൊക്കെ അത്രയുമേ ഉള്ളൂ. ദൈവസന്നിധി നിന്നാൽ ഇതിനൊന്നും ഇതിൽ കൂടുതൽ മെൻ്റൽ സ്ട്രെസ് ആർക്കാ ഇനി എവിടെ വരാനുള്ളത്? ഒറ്റ നിപ്പിൽ തന്നെയല്ലേ പൊട്ടക്കിണറും കൊല്ലാനുള്ള പ്ലാനിങ്ങും അടിമത്വവും എല്ലാം ഒറ്റ സ്റ്റെപ്പിൽ വന്നെങ്കിൽ, ഇത് ഒരു ദിവസം നടന്നു എന്നല്ല ഞാൻ ഈ പറയുന്നത്, ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു നല്ല റെസ്പെക്റ്റഡ് സിറ്റുവേഷനിൽ വന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇത്രയധികം റിജക്ഷൻ വന്നു കഴിയുമ്പോൾ ആരായാലും തകർന്നു പോകത്തില്ലേ? നോക്കിക്കേ. എന്നാൽ ഹല്ലേലൂയ, ആത്മീയ പക്വതയുള്ള ഒരു ജോസഫിനെ നോക്കിക്കേ. ഹല്ലേലൂയ. അവൻ അവിടെ ഒന്നും ദൈവത്തെ തള്ളി പറയുവാനായിട്ടിടയായില്ല. ഈ ജോസഫിനെ അടിമയായി വിറ്റ ഈ അറേബ്യൻ ട്രേഡേഴ്സ് പിന്നീട് എന്തോ ചെയ്തത്? ഇവനെ പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ കൊണ്ട് വിറ്റ് കളയുന്നു. അവർക്കും വേണ്ടാന്ന് പറഞ്ഞു, തോണ്ടറ കിടക്കുന്നു. അവിടെയും റിജക്ഷൻ. പിന്നെയും പൊത്തിഫേറിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് റിജക്ഷൻ അനുഭവിക്കുവാനായിട്ടിടയായിത്തീർന്നു. അവിടെയും അവനൊരു സ്ലേവായിട്ട് വളരുവാനിടയായിത്തീർന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. അവിടെ നമുക്ക് കാണുവാൻ കഴിയും ഇത്രയധികം റിജക്ഷൻസ് അനുഭവിച്ചു വന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് അഫെക്ഷൻ കടന്നു വരുമ്പോൾ നമുക്കറിയാം ഒരു ഭയങ്കര സാന്ത്വനമാണ് അല്ലേ, ഒരു ഭയങ്കര ആശ്വാസമാണ്. ഹല്ലേലൂയ. നോക്കിക്കേ, പൊത്തിഫേറിൻ്റെ വീട്ടിൽ ഹല്ലേലൂയ അവനൊരു ശകലം അഫെക്ഷൻ ലഭിക്കുവാനായിട്ടിടയായിത്തീർന്നു. ഹല്ലേലൂയ. പക്ഷേ ആത്മീയ പക്വതയെത്തിയ ജോസഫ് അതിനെ തിരിച്ചറിയുവാനിടയായിത്തീർന്നു. ജോസഫിന് കൊടുത്ത പക്വതയിൽ നിന്ന് വന്ന മറുപടി എന്തുവെന്നറിയാമോ? ഹല്ലേലൂയ. അല്ലയോ പൊത്തിഫേറിൻ്റെ ഭാര്യയെ, ഈ ഭവനത്തിൽ ഹല്ലേലൂയ എന്നേക്കാൾ വലിയവനില്ല. നീ അവൻ്റെ ഭാര്യയാകയാൽ നിന്നെ അല്ലാതെ മറ്റൊന്നും ഈ ഭവനത്തിൽ എനിക്ക് വിലക്കപ്പെട്ടിട്ടുമില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ മഹാദോഷം പ്രവർത്തിച്ച് ഞാൻ എൻ്റെ ദൈവത്തോട് എങ്ങനെ പാപം ചെയ്യുമെന്ന്. ഹല്ലേലൂയ. നോക്കിക്കേ, ആ മെച്യൂരിറ്റി, ആ ഹൃദയത്തിൻ്റെ മെച്യൂരിറ്റി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ദേവദാസനെ അതൊന്ന് വായിച്ച്. ഉൽപ്പത്തി 37 തോന്നുന്നു, 37 47 ഏതാണ്ടാ, 39 അതൊന്ന് വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഉൽപ്പത്തി 39:9. വലിയവനില്ല, നീ അവന്റെ ഭാര്യയാകിയാൽ നിന്നെ അല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. കണ്ടോ, ജോസഫ് പറഞ്ഞ മറുപടിയാ. ഇത്രയും ഒരു റിജക്ഷൻ അനുഭവിച്ച് ദുഃഖത്തിൽ വീണ് ആ ഒരു വിഷമിച്ച് കഴിയുന്ന, വീട്ടിലേറ്റവും ഭംഗിയായി മനോഹരമായി ജീവിക്കേണ്ടുന്ന ഒരു വ്യക്തി അടിമയായി വന്ന് കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ വന്നപ്പോഴും ആ തൻ്റെ ജീവിതത്തിലെ ആ ദൈവിക പക്വത നിലനിർത്തിയത് കണ്ടോ അവൻ. ഹല്ലേലൂയ. പറയേണ്ടത് മാത്രം പറയുവാനും പറയരുതാത്തത് പറയാതിരിക്കുവാനും ഒക്കെ തൻ്റെ ജീവിതത്തിൽ കാണിച്ച മെച്യൂരിറ്റി. ഹല്ലേലൂയ. ആ ഫലമുള്ളവരായി തീരുവാൻ ദൈവസഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. അത് ഹല്ലേലൂയ. ജോസഫിനെ നോക്കിക്കേ. ഹല്ലേലൂയ. ദൈവം വിട്ടേച്ച് പോയോ? അവിടെയൊക്കെയും ദൈവം വിട്ടേച്ച് പോയോ അവനെ? ഹല്ലേലൂയ. വിട്ടേച്ച് പോയോ? ഇല്ലേ, വിട്ടു പോയില്ല. പുള്ളി പിന്നെയും എന്താണ് അടിമയായിട്ടല്ലേ കിടക്കുന്നത്. അവിടുന്ന് പിന്നെ എങ്ങോട്ടാണ് പോയത്? കാരാഗ്രഹത്തിലോട്ട്, ജയിലിലോട്ടാണ് പോയത്. ജയിലിലെ കാര്യം എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞു തരാം എന്തോ എന്നുള്ള കാര്യം. ജയിലിൽ കിടന്നിട്ടുള്ളതുകൊണ്ടല്ല. നിങ്ങൾക്കറിയാമോ ഞാൻ എവിടെ വർക്ക് ചെയ്യുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഞാൻ ജയിലിലാണ് വർക്ക് ചെയ്യുന്നത്. ബ്രിസ്റ്റലിലെ HMP ബ്രിസ്റ്റലിലെ പ്രിസണിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതിനകത്തെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എന്നോട് ചോദിച്ചാൽ മതി, എനിക്കറിയാം, വ്യക്തമായി അറിയാം. ഒരു ദിവസം അതിനകത്ത് തെള്ളാൻ പെടുന്ന പാട്
മനസ്സിലാക്കണം. ആമേൻ. നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ജോസഫ് കാരാഗ്രഹത്തിൽ പോയി ആ പുള്ളിക്കാരനോട് വളരെ കൂൾ കാമായിട്ട് അങ്ങ് നിൽക്കുവാന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ വളരെയധികം പ്രതിസന്ധികളിലൂടെ ഓരോ ദിവസവും താൻ കടന്നു പോകുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഓരോ ദിവസവും നമ്മളിന്ന് പറയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതൊക്കെ ഇന്നത്തെ പ്രതിസന്ധികൾ, അന്നത്തെ കാലത്തെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ഓരോ പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന ജോസഫ് നോക്കിക്കേ, എത്ര നമുക്ക് കാണാൻ കഴിഞ്ഞ രാജാവിൻ്റെ പാനപാത്രവാഹനമൊക്കെ വന്നു പോയി. അത് കഴിഞ്ഞിട്ട് പിന്നീട് വാക്യത്തിൽ പറയുന്നത് എന്തുവാണ്? 2 സംവത്സരങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ദൈവം അവനെ ഓർക്കുന്നത്. ആമേൻ. രാജാവിനൊരു ദർശനം കൊടുത്ത് അതിനകത്തുനിന്ന് പുറത്ത് കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അങ്ങനെയെങ്കിൽ ആമേൻ ഹല്ലേലൂയ, നോക്കിക്കേ, ആ ജോസഫിനെ പുറത്ത് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് ആമേൻ രാജാവിനൊരു ദർശനം കൊടുത്ത് ജോസഫിനെ പുറത്ത് കൊണ്ടുവന്നു. അവൻ്റെ മാനിഫെസ്റ്റേഷൻ എവിടെ തുടങ്ങിയത്? വാ കൊണ്ട് ഏറ്റു പറഞ്ഞെടുത്ത് തുടങ്ങിയ മാനിഫെസ്റ്റേഷൻ അവൻ്റെ ഗ്രാഫ് എവിടം വരെ പോയി? താഴേക്ക് കാരാഗ്രഹം വരെ എത്തി. അല്ലേ? നമുക്കറിയാം, ഒരു സൊസൈറ്റിയിൽ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്ന ഏറ്റവും നികൃഷ്ടനായി കാണുന്നത്, അവൻ ജയിലിൽ പോയ വ്യക്തിയാണെങ്കിൽ നമ്മൾ വിചാരിക്കും അവൻ ഏറ്റവും നികൃഷ്ടനായ ഒരു വ്യക്തിയെ പോലെയാണ് നമ്മൾ കാണുന്നത്. ഗാന്ധിജിയുടെ കാര്യമല്ല, ഗാന്ധിജിക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്ത് പോയവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ ജയിലിൽ പോയവരാണെങ്കിൽ നമുക്കറിയാം, ഒരു നമ്മൾ ആ ഒരു കണ്ണിലല്ലേ സാധാരണ ജനം നമ്മൾ കാണത്തുള്ളൂ. അവർ ജയിലിൽ കിടന്ന ഒരു വ്യക്തിയാണ്, ഒരു പ്രിസണറാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു കണ്ണോടെ ആയിരിക്കത്തില്ലേ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ ഒരു നിലവാരത്തിൽ എത്തിയെന്ന് മാത്രമല്ല, വർഷങ്ങൾ 2 വർഷത്തിലധികം അവിടെ ചെലവഴിക്കുവാനുമായിട്ട് ഇടയായിത്തീർന്നു. അവിടെയൊന്നും വിശ്വാസത്യാഗം കൂടാതെ നിലനിൽക്കുവാൻ ജോസഫിനെ ദൈവം അനുഗ്രഹിച്ചു. വിശ്വാസത്യാഗം കൂടാതെ നിലനിന്ന ജോസഫിനെ പുറത്തു കൊണ്ടുവരുവാൻ ഫറവോൻ്റെ കയ്യിൽ ഒരു ദർശനം കൊടുത്തിട്ട് പറഞ്ഞു, വ്യാഖ്യാനിക്കാൻ പറഞ്ഞു. ഫറവോന് കഴിഞ്ഞില്ല. ഫറവോൻ്റെ മന്ത്രവാദികളെ വിളിച്ചു, ശകുനവാദികളെ വിളിച്ചു, ആരെ കൊണ്ടും വ്യാഖ്യാനിക്കുവാൻ കഴിഞ്ഞില്ല. ആമേൻ ഹല്ലേലൂയ. പിന്നെ പറഞ്ഞു, ജോസഫ് എന്ന് പറഞ്ഞ ഒരുത്തൻ കാരാഗ്രഹത്തിൽ കിടപ്പുണ്ട്. ആമേൻ ഹല്ലേലൂയ. നിനക്ക് വേണ്ടി തുറന്ന വഴിയാണെങ്കിൽ ഹല്ലേലൂയ, അത് വ്യാഖ്യാനിക്കുവാൻ ഒരു ശകുനവാദിക്കും കഴിയത്തില്ല. നിനക്ക് വേണ്ടി തുറന്ന വഴിയാണെങ്കിൽ ഹല്ലേലൂയ, അതിലെ പോകുവാൻ ഒരു മന്ത്രവാദിക്കും കഴിയത്തില്ല കേട്ടോ. ആമേൻ ഹല്ലേലൂയ. ഇന്ന് പകലിൽ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവ മക്കളോട് ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി ഒരു വഴി അവൻ തുറന്നിട്ടുണ്ട്. ആമേൻ ഹല്ലേലൂയ. അതിലെ കടക്കുവാൻ നിനക്കല്ലാതെ മറ്റാർക്കും അവൻ അവസരം കൊടുക്കത്തില്ല. ആമേൻ ഹല്ലേലൂയ. നിനക്കല്ലാതെ ഹല്ലേലൂയ മറ്റാർക്കും. ഓ ഹല്ലേലൂയ. നോക്കിക്കേ, നീ കടന്നുപോയ വഴികളിൽ നീ കാണിച്ച മെച്ചൂരിറ്റി, നീ കടന്നുപോയ വഴികളിൽ ഹല്ലേലൂയ വിശ്വാസത്യാഗമില്ലാതെ നീ നിലനിർന്ന ഹല്ലേലൂയ ആ അവസരങ്ങൾ ഹല്ലേലൂയ ഇതൊന്നും ദൈവം കാണാതെ പോയിട്ടില്ല. ആമേൻ ഹല്ലേലൂയ. അതിന്റെ മധ്യത്തിൽ ദൈവം നിനക്ക് വഴി തുറക്കും. വഴി തുറന്നാൽ ഹല്ലേലൂയ അതിലേക്ക് നടന്നു കയറുന്നത് നീ മാത്രമായിരിക്കും. ആമേൻ ഹല്ലേലൂയ. അതിനെ വ്യാഖ്യാനിക്കാൻ മറ്റൊരാൾക്കും കഴിയത്തില്ല. അങ്ങനെ ആമേൻ ഹല്ലേലൂയ അതിലേക്ക് നടന്നു കയറിയ ജോസഫ് രാജ്യത്തിൻ്റെ രണ്ടാമനായി തീരുവാനിടയായിത്തീരുന്നു. നോക്കിക്കേ, പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ അവന് ഒരു സെക്കൻഡറി അടിയറവ് പറഞ്ഞിരുന്നെങ്കിൽ ആ ഭവനത്തിൽ ഒരു പക്ഷേ അവനൊരു വലിയ ആളായി മാറിയാനേ. പക്ഷേ ആമേൻ ഭവനത്തിലെ ആളാവാൻ അല്ല ജോസഫിനെ ദൈവം വിളിച്ചത്. രാജ്യത്തിലെ രണ്ടാമനായി തീരുവാൻ വിശ്വസ്തയോടെ നിൽക്കുമെങ്കിൽ രാജ്യത്തിലെ രണ്ടാമനായി തീരുവാൻ ദൈവം വിളിച്ചിറക്കിയ ജോസഫിന് ദൈവം വഴിയൊരുക്കി. എങ്കിൽ ഇന്ന് പകലിൽ ദൈവസഭയോട് ഞാൻ പറയട്ടെ, ഈ ദേശത്ത് നിങ്ങളുടെ പുതിയ സീസൺ തുറക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ദേശത്ത് അധികാരമുള്ള ഒരു സഭയായി, വ്യക്തി ജീവിതങ്ങളുടെ മേൽ അധികാരമുള്ളവരായി, ഹല്ലേലൂയ കാലങ്ങളുടെ മേൽ സീസണുകളുടെ മേൽ അധികാരമുള്ള സഭയായി ഈ ദേശത്ത് ദൈവം സഭയെ ഉയർത്തുമ്പോൾ ആമേൻ ഹല്ലേലൂയ നിങ്ങൾ ഫലമുള്ളവരായി ദൈവസന്നിധിയിൽ ആയിരിക്കുമെങ്കിൽ ദേശത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് പകലിൽ സഭയോട് ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയട്ടെ. ആമേൻ. നിങ്ങൾ വിശ്വസ്തരും ഹല്ലേലൂയ ഫലമുള്ളവരുമായിരിക്കുന്നെങ്കിൽ, ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഗ്ലോറി ജീസസ്, ഹല്ലേലൂയ. ഓക്കെ, ഒറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആമേൻ ഹല്ലേലൂയ. നമ്മൾ ഫലമുള്ളവരായിരിക്കണമെന്നാണ് ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവദാസൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്, നമ്മളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ നടന്ന് നിഷ്കളങ്കമായിരിക്കുവാൻ പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവസഭയുടെ ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞതെന്തോ, നമ്മളെ നിഷ്കളങ്കരാക്കി തീർത്തിരിക്കുന്നു. പക്ഷേ ഉറപ്പും ധൈര്യവുമുള്ളവരായി, ഇളകാതെ സ്ഥിരതയോടെ അടിസ്ഥാനമുള്ളവരായി സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിലകൊള്ളണം. ആമേൻ. അതുമാത്രമല്ല, വിശ്വാസത്യാഗമില്ലാതെ വിശ്വാസത്തിലും നിലകൊള്ളണം. ആമേൻ ഹല്ലേലൂയ. ഞാൻ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പം വിശ്വാസത്തിന് വേണ്ടിയും പിന്നെ പ്രത്യാശയ്ക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ പല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഇന്നലെ കൂടെ അനേകം കാര്യങ്ങൾ കടന്നു വന്നു. പക്ഷേ അത് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ജയമെടുക്കുവാനായിട്ട് ഞങ്ങൾ ഇടയായി തീർന്നു. ഈ ഷർട്ടിൻ്റെ കാര്യത്തിൽ പോലും
പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇന്നലെ രാത്രി വരെ കേട്ടോ. അതിലൊക്കെയും ജയിക്കുവാൻ ദൈവം കൃപ ചെയ്തു. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ദൈവസഭ വളർന്നു വരണമെന്നാണ് ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്നത്. നോക്കിക്കേ, നിങ്ങൾക്ക് ഒരു ചെറിയൊരു കുറുക്ക് വഴിയൂടെ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഫലമുള്ളവരായിത്തീരണം. എങ്ങനെയാണ് ഫലമുള്ളവരായിത്തീരുന്നത്? അവൻ്റെ രക്തത്താൽ നമുക്ക് പാപങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്, ഇല്ലേ? ആമേൻ. ഈ പാപങ്ങളുടെ മോചനം എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ അത് ഡിസ്പ്ലേ ആവുന്നത്? അത് സകല ജ്ഞാനത്താലും വിവേകത്താലുമാണ് അതവൻ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഈ ജ്ഞാനവും വിവേകവും എന്തിനാണ് ഞാൻ പറഞ്ഞത്? എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിലെ പറഞ്ഞത് അവൻ്റെ രക്തത്താൽ നമുക്ക് ഹല്ലേലൂയ പാപങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അത് അവൻ്റെ തൻ്റെ മഹാകൃപാദന പ്രകാരം സകല ജ്ഞാനത്താലും വിവേകത്താലും നമുക്ക് തന്നിരിക്കുന്നു. ഈ ജ്ഞാനവും വിവേകവും നമുക്ക് പകർന്നു തന്നത് എന്തുവാ? കൊലോസ്യ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പം കാണാൻ കഴിയുന്നു. ഈ ജ്ഞാനവും വിവേകവും നമുക്ക് തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതികളെ, ദൈവഹിതത്തെ തിരിച്ചറിയുവാനായിട്ട് വേണ്ടിയിട്ടാണ്. ആമേൻ. ഈ ദൈവഹിതത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവഹിതം ഇന്നതെന്ന് രുചിച്ചറിഞ്ഞ് നടക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ നമ്മൾ ഫലമുള്ളവരായി തീരുവാനിടയായിത്തീരും. ആമേൻ ഹല്ലേലൂയ. ഇങ്ങനെ നമ്മൾ ഫലം പുറപ്പെടുവിക്കുമ്പോൾ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ഫലം പുറപ്പെടുവിച്ച് ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ ദൈവത്തിലേക്ക് ആഴത്തിൽ വേരിറങ്ങുവാനിടയായിത്തീരും. ആമേൻ ഹല്ലേലൂയ. അപ്പോൾ എന്തുവാ ഞാൻ പറഞ്ഞത്? നമ്മൾ ആമേൻ അവൻ്റെ രക്തത്താൽ പാപമോചനം എന്ന വീണ്ടെടുപ്പ് പ്രാപിച്ചവരാണോ? ആണോ? ആന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തോ അവൻ തന്നിട്ടുണ്ട്. ഫ്രീ ആത്. ആമേൻ ഹല്ലേലൂയ. നമുക്ക് എന്തോ തന്നിരിക്കുന്നത്? സകലവിധ ജ്ഞാനവും വിവേകവും പരിജ്ഞാനവും നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് ആമേൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഹൃദയം അറിഞ്ഞവൻ ആരുള്ളൂ എന്ന് ബൈബിൾ ചോദിക്കുന്നെങ്കിൽ ഹല്ലേലൂയ ഇന്ന് പകൽ നമുക്ക് പറയാൻ പറ്റും, അവൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കളായ നമ്മളെയാ അവൻ്റെ ഹിതം അവൻ അറിയിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. ദൈവസഭയെ അവന് ദൈവഹിതങ്ങൾ അറിയിക്കുന്നത്. അതിൽ പ്രകാരം ആ സഭ മുൻപോട്ട് പോകുന്നതെങ്കിൽ ഫലമുള്ളവരായി തീരുവാൻ ദിസ് ഈസ് ദ ഷോർട്ട് കട്ട്. ആമേൻ. ഇതിലും വലിയൊരു ഷോർട്ട് കട്ട് ഇല്ല ഇനി. ആമേൻ. ഇതെല്ലാം ഫ്രീ ആയിട്ട് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന കാര്യങ്ങളാ. പുതിയ നിയമത്തിൽ ആമേൻ ഹല്ലേലൂയ പൗലോസ് വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ ഇതൊക്കെയും അവന്റെ കൃപാദന പ്രകാരം നമുക്ക് സൗജന്യമായി നൽകിയിരിക്കുന്നതാ. ആമേൻ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ നടച്ചാട്ടെ. ആമേൻ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഫലമുള്ളവരായിരിക്കുവാൻ, ഫലമുള്ള സഭയായി തീരുവാൻ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗ്ലോറി. കേട്ട വചനത്തിൻ്റെ മുൻപാകെ നമുക്ക് തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചു